നമസ്കാരം. എന്താണ് വാസ്തവം? ഈ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വളരെ വലിയ തിരിച്ചറിവുകളും വളരെ വലിയ ഓർമ്മപ്പെടുത്തലുകളും നൽകിയ സംഭവമായിരുന്നു പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ കുരിശുതൊട്ടിയിലേക്ക് 17-18 വയസ്സുമൊക്കെ പ്രായമുള്ള ചെറുപ്പക്കാർ ദേവാലയത്തിൽ ആരാധന നടക്കുന്ന സമയത്ത് ബൈക്കിലും കാറിലുമൊക്കെ ആയി വന്ന് അതിക്രമിച്ചു കയറി അഭ്യാസ പ്രകടനം നടത്തുകയും അതിനെ തടയാൻ ശ്രമിച്ച ഫാദർ ജോസഫ് ആറ്റുചാലിൽ എന്ന വൈദികനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത സംഭവം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വൈദികനെ കാറിടിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചത് ആ കാറിൽ ഉണ്ടായിരുന്നവർ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്, ആ സംഭവം തെമ്മാടിത്തരമാണ് എന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് വഹിക്കുന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. ഈ സംഭവത്തെ തുടർന്ന് അതിനോടുള്ള പ്രതിഷേധമായി വളരെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്നും PC ജോർജ് ഉൾപ്പെടെയുള്ള ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സംഭവത്തോട് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കുറ്റകരമായ മൗനം പുലർത്തിയപ്പോൾ അഭിമാനത്തോടെ പറയട്ടെ, ഷെക്കേന ഉൾപ്പെടെയുള്ള ചുരുക്കം ചില ക്രൈസ്തവ മാധ്യമങ്ങൾ തൻ്റെ ഇടത്തോടെ പ്രവാചക ധീരതയോടെ ഈ സംഭവത്തിന്റെ ഗൗരവം പൊതുസമൂഹത്തെ അറിയിച്ചു. എന്നാൽ അതിനെ തുടർന്നുണ്ടായ പല ചർച്ചകളിലും ഈ സംഭവത്തിന്റെ പ്രതിസ്ഥാനത്ത് ക്രൈസ്തവ സംഘടനകളെ അല്ലെങ്കിൽ ഈ സംഭവത്തോട് പൂഞ്ഞാർ വിഷയത്തോട് ശക്തമായി പ്രതികരിച്ച ക്രൈസ്തവ മാധ്യമങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചില പ്രചരണങ്ങൾ, തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചില ചർച്ചകൾ ചില കോണുകളിൽ നിന്നും ഉയരുകയുണ്ടായി. ഈ പൂഞ്ഞാർ വിഷയത്തെ തുടർന്ന് ഞങ്ങളുടെ ഈ ഒരു ടീം പൂഞ്ഞാർ ഭാഗത്തും പ്രത്യേകിച്ച് പാലാ രൂപതയിലും നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഇതിനു മുമ്പും സമാനമായിട്ടുള്ള രീതിയിലുള്ള പല സംഭവങ്ങളും അവിടുത്തെ ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ, ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നടത്തിയ ആ അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്, വസ്തുതകളാണ് ഞങ്ങൾ ഈ ഒരു എപ്പിസോഡിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി, അരുൺ, ഒപ്പം ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ റിപ്പോർട്ടർ ശ്രീ സജി. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ജോജി, അരുൺ, സജി, പ്രത്യേകിച്ച് ഈ ഒരു സംഭവം അതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൗരവത്തിൽ പൊതുസമൂഹത്തെ അറിയിക്കുവാൻ ഷെക്കേനയ്ക്ക് കൃത്യമായിട്ട് തന്നെ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് സജിയുടെ പല അന്വേഷണാത്മകമായ പല റിപ്പോർട്ടുകളും ഈ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, പ്രത്യേകിച്ച് PC ജോർജ് പോലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ, SMIM പ്രവർത്തകരുടെയും അവിടുത്തെ പാലാരൂപതയിലെ വൈദികരുടെയൊക്കെ കൃത്യസമയത്ത് അതിൻ്റെ ഗൗരവ സ്വഭാവത്തിൽ നമുക്ക് പ്രേക്ഷകരിലേക്കും പൊതുസമൂഹത്തിലേക്കും എത്തിക്കാൻ സാധിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ അതിനുശേഷം ദിവസങ്ങൾക്ക് ഇപ്പുറം നാം ആ ഒരു സംഭവത്തെ സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ ഇതൊന്ന് വഴിതിരിച്ചു വിടുവാൻ, അല്ലെങ്കിൽ ഈ പൂഞ്ഞാർ വിഷയത്തോട് അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ക്രൈസ്തവ സംഘടനകൾ, പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മാധ്യമങ്ങൾ, PC ജോർജിനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് ഈ കാസ പോലുള്ള ക്രൈസ്തവ സംഘടനകൾ, അവർക്കെതിരെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് അല്ലെങ്കിൽ പ്ലാൻഡ് ആയിട്ടുള്ള ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു എന്ന തരത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ തുടർന്ന് ആ മേഖലകളിൽ നമ്മൾ 4 പേരും അവിടെ പോയി അന്വേഷിച്ചിരുന്നു, എന്താണ് വസ്തുതകളെന്ന് അന്വേഷിച്ചിരുന്നു. പക്ഷേ നമുക്ക് അറിയാൻ സാധിച്ചത് ഞാൻ പറഞ്ഞതുപോലെ ചില നടുക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ ഒരു തുടക്കം അത് എങ്ങനെയായിരുന്നു അവിടെ നടന്നത്, അതിനെപ്പറ്റിയും പല വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ എനിക്കൊന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകേണ്ടത്, ഈ പല മാധ്യമങ്ങളും അത് പറഞ്ഞത് പള്ളി മൈതാനത്താണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം അവിടെ പോയപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു ലൊക്കേഷൻ്റെ ഒക്കെ ഒരു പ്രത്യേകത അല്ലേ. സജി ഒന്ന് കൂടുതലൊന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് അത് ഒരു മൈതാനമായിരുന്നോ അത് കുരിശുതൊട്ടിയായിരുന്നോ? നമുക്ക് നമ്മുടെ ആ ഒരു അന്വേഷണം നമുക്ക് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചത്? അന്ന് ഈ വെള്ളിയാഴ്ച ഈ സംഭവം ഉണ്ടായ ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് മാധ്യമങ്ങളിൽ വാർത്തകൾ സാവധാനം വന്നു തുടങ്ങുന്നത്, ഈ സോഷ്യൽ മീഡിയ വഴി. ഉടൻ തന്നെ ഞാനും അവിടെ ഓടിയെത്തി. അപ്പോഴവിടെ ജനങ്ങളെല്ലാം ഓടിക്കൂടിയിരുന്നു. ചില വൈദികരൊക്കെ വന്നു തുടങ്ങിയിരുന്നു.
അപ്പോൾ നമ്മൾ അവരോട് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ പള്ളിയുടെ മുറ്റത്ത് കുറേ വാഹനങ്ങളുമായിട്ട് കുട്ടികൾ ഇവിടെ വന്നു, ഞങ്ങളുടെ അച്ഛനെ അവർ ഇടിച്ചിട്ടു, അച്ഛൻ ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ അവർ അനുസരിച്ചില്ല, അച്ഛനെ ചീത്ത പറഞ്ഞു, അച്ഛനെ ഇടിച്ചിട്ടു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യുന്നു അന്വേഷിക്കുമ്പോൾ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി, എന്തൊക്കെയാണ് പറ്റിയതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അതിനാൽ ജനങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ എന്ത് പറ്റി എന്നുള്ളതിൽ ആ വിശ്വാസികൾക്കൊരു ജിജ്ഞാസയുണ്ടായിരുന്നു. അതിനായിട്ട് അവർ ഓടിയെത്തി. ഈ വൈദികരും പല ദേവാലയങ്ങളിൽ നിന്നും അവരുടെ സഹവൈദികൻ ഇത് പറ്റിയത് ഓർത്ത് അവർ ഓടിയെത്തിയപ്പോൾ ആർക്കും വ്യക്തമായിട്ടൊരു കിട്ടിയില്ല. എന്ത് പറ്റി, ഏതോ ഒരു ആക്സിഡൻ്റ് അവിടെ നടന്നു, ആരോ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷെ അവസ്ഥ എന്താണെന്ന് അറിയാൻ മേലാത്ത ഇതിൽ നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നതും ഉടൻ തന്നെ പോലീസെല്ലാം എത്തുന്നതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. അവിടെ ചെന്നപ്പോൾ നമുക്കറിയാം ഈ ഇൻസിഡന്റ് നടന്ന ഈ വാഹനങ്ങളുമായിട്ട് വന്ന ആ ഒരു ഏരിയ ഉണ്ട്, ആ ഒരു മേഖലയുണ്ട്, പള്ളിയുടെ മേഖലയുണ്ട്. അത് കുറേ കൂടി ഒരു ക്ലാരിറ്റിയോട് കൂടി നമുക്ക് പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് നമ്മളവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. അതായത് ഒരു പല രൂപതയിലെ പല ദേവാലയങ്ങളിലും, പല രൂപതയിൽ മാത്രമല്ല പല രൂപതകളുടെ ദേവാലയങ്ങളിലും ഈ പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിക്കുന്ന കുരിശുണ്ട് അല്ലേ, നമ്മളതിന് കുരിശുതൂട്ടി എന്നാണ് പറയുന്നത്. പള്ളി മൈതാനത്തല്ല ഈ സംഭവം നടക്കുന്നത്. അതായത് ദേവാലയം അവിടെ നിന്നൊരു സ്റ്റെപ്പ് ഇറങ്ങി നേരെ കുരിശ് സ്ഥാപിച്ചിരിക്കുന്ന ഒരു പ്രദേശം, അവിടേക്കാണ് ഇവർ വന്നത്, ബൈക്കുമായിട്ടൊക്കെ വന്നത്. ജോർജി, ഇവിടെ നമ്മൾ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പലപ്പോഴും നമ്മൾ കണ്ട ഈ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടത് പള്ളി ഗ്രൗണ്ട് എന്താണ്. അപ്പം പിന്നെ നോർമലി ആൾക്കാർ ചിന്തിക്കാൻ സാധ്യതയുണ്ട് പള്ളിയിൽ നിന്ന് കുറച്ച് സ്ഥലം മാറി അല്ലെങ്കിൽ കുറച്ച് ദൂരം മാറി ആ ഒരു സ്ഥലത്താണ് ഈ ഗ്രൗണ്ട് ചിന്തിക്കാൻ. പക്ഷെ നമ്മളിവിടെ പോയി കണ്ടപ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാച്ചാൽ ഇത് ഈ സംഭവം നടന്നതും പള്ളിയുമായിട്ട് നമുക്ക് ഒരു വലിയ ഡിസ്റ്റൻസ് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ പള്ളിയുടെ ഭാഗം തന്നെയാണ് ദേശം. ഈ കുരിശുതൊട്ടി എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അങ്ങോട്ട് വരുന്നത്. അപ്പം മറ്റു രീതിയിൽ പറയുകയാണെങ്കിൽ പള്ളിയുടെ ഒരു എന്താ പറയുക നടുമുറ്റം പവിത്രമായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ്. അങ്ങനെ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ആ ഒരു സംഭവം നടക്കുന്നത്. ഈ പള്ളിമുറ്റം എന്ന് പറയാൻ നമുക്ക് കുരിശുതൊട്ടി പാലാരൂപതയ്ക്ക് പുറത്ത് നമസ്കാരം ഒക്കെ നടക്കുന്ന. അതെ, ഈ പാലാരൂപതയ്ക്ക് പ്രത്യേകമായിട്ട് പാലാരൂപത ചങ്ങനാശ്ശേരി രൂപതയ്ക്കൊക്കെ ഏറ്റവും അതിപ്രധാനമാണ് ഈ കുരിശിൻ തൊട്ടി. പള്ളിയുടെ ഏറ്റവും മുമ്പിലുള്ള കുരിശ്, അത് വിശ്വാസികൾ എല്ലാ വെള്ളിയാഴ്ചകളിലും ഒക്കെ വന്ന് എണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. മിക്ക ദേവാലയങ്ങളുണ്ട്. അവർക്ക് ഏറ്റവും ഒരു പ്രാർത്ഥിക്കാനായിട്ട് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കയറുന്ന അനേകം വിശ്വാസികൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അതോടൊപ്പം തന്നെ ഈ ജപമാല മാസങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ആ പൂഞ്ഞാറ് സെൻറ് മേരീസ് ദേവാലയത്തിൽ ഈ ജപമാല മാസത്തിലൊക്കെ ജപമാലയൊക്കെ ചൊല്ലി ജനങ്ങൾ വിശ്വാസികളിൽ ഒരുമിച്ച് കൂടുന്നതും ഈ കുരിശിൻതൊട്ടിലാണ്. അതോടൊപ്പം തന്നെ തിരുനാളോടനുബന്ധിച്ച് പുറത്ത് നമസ്കാരം, നമ്മുടെ പുരാണമായ സുറിയാനി നസ്രാണികളുടെ പുറത്ത് നമസ്കാരം വളരെ ഭക്തിപൂർവ്വം നടത്തുന്നത് ഈ കുരിശിൻതൊട്ടിയിലാണ്. അങ്ങനെ വിശ്വാസികളുടെ ഏറ്റവും ഈ ദേവാലയം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ കുരിശിൻതൊട്ടി. അത് ഈ പൂഞ്ഞാറ് പള്ളിയും ഈ കുരിശിൻതൊട്ടിയും തമ്മിൽ വലിയ അകലമില്ല. നമ്മൾ പള്ളിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വിഷ്വൽ കാണാൻ സാധിക്കും. ആ നട ഇറങ്ങുമ്പോൾ തന്നെ കാലെടുത്ത് വെക്കുന്നത് കുരിശിൻതൊട്ടിയിലേക്കാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. വണ്ടികൾ വരുന്നു, അതുപോലെ സ്കൂട്ടർ വരുന്നു. ഇനിയിപ്പോൾ ബൈക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ സൈലൻസർ ഇല്ലാത്ത ബൈക്ക് കൊണ്ടൊന്ന് ഒത്തിരി ഒച്ചയിൽ അവിടെ ഒച്ചപ്പോൾ അതുപോലെ തന്നെ ഏതൊരു മതവിശ്വാസമാണെന്ന് മനസ്സിലാക്കണം, പള്ളിയുടെ തൊട്ടടുത്ത സ്ഥലമാണത്. അപ്പോൾ അവിടെ ആരാധന ഉണ്ടോ ഇല്ലയോ അതിനെക്കുറിച്ച് കുട്ടികൾ മനസ്സിലാക്കിയുള്ള എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമല്ല. ഇത്രയും പള്ളിയുമായിട്ട് ചേർന്ന ഒരു പ്രദേശത്ത് വന്നിട്ട് ഇത്രമാത്രം ഒച്ച ഉണ്ടാക്കുക, വാഹനം അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കുക, അത് വണ്ടി റേസ് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ആരാധിക്കുന്നവരുടെ അവസ്ഥ എന്താണ്? അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് തികച്ച്, അല്ലെങ്കിൽ ആ ഒരു ആരാധനാലയത്തെ തികച്ച ഒരു അവഗണിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്. അത് വളരെ കറക്റ്റാണ്. കാരണം ഇവർ വന്ന ഒരു സമയം, ഇപ്പം നമുക്ക് FIR കോപ്പി അല്പസമയത്ത് നമുക്കത് വായിക്കാം, നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ വന്ന സമയം എന്ന് പറയുന്നത് 2024 ഫെബ്രുവരി 23 ഉച്ചയ്ക്ക് ഏകദേശം 12:40 ആ ഒരു സമയത്താണ് ഈ ഇൻസിഡന്റ് നടക്കുന്നത്. നമുക്കറിയാം ആ പള്ളിയിൽ ചെന്ന അന്വേഷണം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഈ നോമ്പ് കാലത്തോട് അനുബന്ധിച്ച് പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകളിൽ രാവിലെ 7:15 കുർബാനയ്ക്ക് ശേഷം തുടർച്ചയായിട്ട് വൈകിട്ട് ഒരു 4:15, 4:30 വരെ അവിടെ ആരാധന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ കൃത്യമായിട്ട് അവിടെ ആരാധന ശുശ്രൂഷകൾ പള്ളിയിൽ നടക്കുന്നുണ്ട്. ആരാധന ശുശ്രൂഷകൾ നടക്കുമ്പോൾ അത് കുരിശുതൊട്ടിയിൽ നിന്നും കൃത്യമായിട്ട് തന്നെ ഏതൊരു വ്യക്തിയെങ്കിലും അത് സുഗമമായി ദർശിക്കാൻ സാധിക്കും. പള്ളിയുടെ വാതിലുകൾ തുറന്നു കിടക്കുന്നുണ്ടാവും. ആരാധന ചിലപ്പോൾ സൈലന്റ് ആയിട്ടുള്ള ആരാധനയായിരിക്കാം, അത് നമ്മുടെ ഒരു വിഷയമല്ല. പക്ഷെ ആരാധന നടക്കുന്ന ഒരു സമയത്താണ് ഇവർ വന്നത്. ഇവർ എങ്ങനെയാണ് വന്നത്? ഇവർ ബൈക്കുകളിലും
കാറിലുമൊക്കെയായി വരുന്നു. ഈ കുരിശുതൊട്ടിയിൽ ഈ ബൈക്ക്, കാറും അല്ലെങ്കിൽ കാറുകൾ പാർക്ക് ചെയ്യുന്നു. അതൊരു പ്രത്യേക ഒരു പാറ്റേണിലാണ് കാറുകൾ പാർക്ക് ചെയ്യുന്നത്. അതൊരു ഈ പറയുന്നത് പോലെ ഈ കുരിശിനോട് അഭിമുഖമായിട്ട് അതിൽ കുരിശിനെ ദർശിക്കാവുന്ന രീതിയിൽ ഈ കാറുകൾ നിരനിരയായിട്ട് പാർക്ക് ചെയ്യുന്നു. ദേവാലയത്തോട് ചേർന്ന്. ജോർജ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലരും പറഞ്ഞു വരുന്നത്, അതായത് പള്ളിയുടെ മുൻപിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, റോട്ടിൽ പണി നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പള്ളിയുടെ ഒരു ഗേറ്റിലൂടെ കടന്ന് മറ്റൊരു ഗേറ്റിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ പള്ളിക്കകത്തേക്ക് കയറിയതെന്ന് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്, ഇവർ 8ഓളം കാറുകളിലാണ് വന്നത്. 3 മുതൽ 5 വരെ ബൈക്കുകളും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ കാറുകളെല്ലാം പള്ളിക്ക് നേർ എതിർ ദിശയിലേക്ക് പള്ളിയുടെ മുൻപിൽ തന്നെ നിർത്തിയിട്ട് ഏകദേശം കുരിശിന് അഭിമുഖമായിട്ട് അത് വരും. അതുകൂടാതെ ഈ നിർത്തിയിട്ട കാറുകളിലെ സൈലൻസർ ഇല്ലാത്ത കാറ് ഇതിന് ചുറ്റും ഈ കുരിശുതൊട്ടിക്ക് മുൻപിലായിട്ട് വട്ടം കറക്കി ഒരു കാർ സ്റ്റണ്ട് ഒരു കാർ സ്റ്റണ്ട്, അതോടൊപ്പം തന്നെ ബൈക്കുകളും. ഇതൊന്നും സൈലൻസർ ഇല്ലാത്ത വാഹനങ്ങളായിരുന്നു. ഈ ശബ്ദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലത്തെ ആരാധനയടക്കം തടസ്സപ്പെടുത്തുന്ന, അവരെ അടക്കം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് അവർ അവിടെ കാഴ്ചവെച്ചത്. അപ്പോൾ വളരെ കൃത്യമാണ്. അതായത് ഈ പള്ളിയിൽ ആരാധന നടക്കുന്നു, ദിവികാരുണ്യം എഴുന്നള്ളിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ, വളരെ അലോസരപ്പെടുത്തുന്ന രീതിയിൽ ഈ സൈലൻസർ ഇല്ലാത്ത കാറ് എരപ്പിച്ച് വളരെ വലിയൊരു ശബ്ദത്തിലൂടെ ഈ ഗ്രൗണ്ടിലൂടെ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനം കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ 2 തെറ്റായിട്ടുള്ള പ്രചരണങ്ങളാണ് പൊളിച്ചെടുക്കിയത്. ഒന്ന്, ഇതൊരു പള്ളി മൈതാനമല്ല. ഇത് പിള്ളേരൊക്കെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന പള്ളി മൈതാനമല്ല. ഇത് കുരിശുതൊട്ടിയാണ്. സജി സൂചിപ്പിച്ചത് വളരെ ദേവാലയത്തിനൊപ്പം തന്നെ പാവനമായിട്ടുള്ള ഏരിയയാണ് കുരിശുതൊട്ടി. അവിടേക്കാണ് ഇവർ വന്നത്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ഫ്രണ്ട് റോഡ്, PWD റോഡിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നു. അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു കൺസ്ട്രക്ഷന്റെ തടസ്സം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പള്ളിക്ക് 2 ഗേറ്റാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ഗേറ്റാണുള്ളത്. ഒരു ഗേറ്റിൽ കൂടെ വന്ന് ഈ പള്ളി ഈ കുരിശുതൊട്ടിയിലൂടെ വന്ന് മറ്റു ഗേറ്റിൽ കൂടെ പോകാനായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാറുകൾ നിരനിരയായി നിർത്തി ഇത്തരത്തിലുള്ള സ്റ്റണ്ട് അവർക്ക് കാണിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ഈ 2 ഒരു ദുഷ്പ്രചരണം. അതുപോലെ തന്നെ മറ്റൊരു പ്രചരണമുണ്ട്. ഏകദേശം 11 മണിയോടുകൂടി ആരാധനയെല്ലാം കഴിഞ്ഞ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പ്രചരണമുണ്ട്. അതും പൂർണ്ണമായിട്ടും തെറ്റാണ്. എല്ലാ നോമ്പുകാലത്ത് എല്ലാ വെള്ളിയാഴ്ചയും മറ്റു മാസാദി വെള്ളിയാഴ്ചകളിലും അവിടെ രാവിലത്തെ കുർബാന കഴിഞ്ഞ് വൈകിട്ട് 4 മണിക്കുള്ള കുർബാനയ്ക്ക് ഇടയിലുള്ള സമയം പൂർണ്ണമായിട്ടും അവിടെ ആരാധനയാണ്. ഈ സംഭവം നടക്കുമ്പോഴും അവിടെ ഏകദേശം സ്ത്രീകളും പുരുഷന്മാരായിട്ട് 25ഓളം പേർ പള്ളിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഒപ്പം തന്നെ നേരത്തെ ജോജി പറഞ്ഞതുപോലെ ചിലർ പറയുന്നുണ്ടായിരുന്നു, അതായത് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള പൂഞ്ഞാർ പള്ളിയുടെ ദൃശ്യം ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് ഇവരുടെ ഫെയർവെല്ലിന് ശേഷം ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടി വന്നതാണ്. പക്ഷെ അവിടെ ചെല്ലുന്ന ആർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ അത്ര ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ല ആ ഒരു പള്ളിക്കുള്ളത്. ക്രിസ്ത്യൻ പള്ളികളെ എങ്ങനെ കാണുന്നു, അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രകൃതി രമണീയതയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ആ പള്ളി വിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു ടോപ്പിന്റെ ഹിൽ വ്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു വ്യൂ അവിടെ കിട്ടുന്നില്ല. അപ്പോൾ സാധാ ഒരു സ്ഥലമുണ്ട്. അതെ, മുറ്റം പള്ളിയുടെ ആ കുരിശുതൊട്ടി കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ PWD റോഡാണ്. അതിനുശേഷം അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. അപ്പൊ അവിടെ സീനറി ശരിക്കും ചെറിയൊരു ടൗൺഷിപ്പ് പോലെയാണ്. ജോർജ്, ഇവിടെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു നമ്മൾ അവിടെ അന്വേഷണം മനസ്സിലായത്, ഇതൊരു യാദൃശ്യമായ സംഭവമല്ല, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അവർ അന്ന് ദിവസം മാത്രം വന്ന് ഇപ്രകാരം ചെയ്തു പോവുകയല്ല ചെയ്ത്, മറിച്ച് ഇത്തരം സംഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ടത്. പല സാഹചര്യങ്ങളിൽ ഇപ്രകാരം പള്ളിയിൽ ആരാധന ഉള്ളപ്പോഴും മറ്റുള്ള സമയങ്ങളിലെല്ലാം ഇപ്രകാരം ബൈക്ക് കൊണ്ടും അതുപോലെ കാർ കൊണ്ടും വരികയും റേസാക്കി ഒച്ചാക്കുകയും അതിന്റെ ആ ഒരു ഭക്തിനിർഭരമായ ആ ഒരു സാഹചര്യത്തിന് ഒരു വികാസം സൃഷ്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അത് വ്യക്തമാണ്. നമുക്ക് ഈ ഒരു ഇൻസിഡന്റ് പിന്നീട് തുടർന്നുള്ള സംഭവം വളരെ ഒന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഈ മുമ്പ് നടന്ന സംഭവങ്ങളിലേക്ക് ഒന്ന് വളരെ പെട്ടെന്ന് വരാം. അപ്പോൾ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഈ ഫാദർ ജോസഫ് ആറ്റുചാലിൽ എന്ന ഏകദേശം 33 വയസ്സോളം പ്രായം അദ്ദേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അദ്ദേഹം വൈദിക വേഷത്തിലായിരുന്നില്ല, അത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ ഒരു പ്ലംബിംഗ് വർക്കുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ പള്ളി മുറ്റത്ത് തന്നെ അല്ലെങ്കിൽ ഈ പള്ളിയുടെ മുൻവശത്ത് തന്നെ ഈ കുരിശുതൊട്ടിയുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ അദ്ദേഹം പ്ലംബിംഗ് വർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആരാധന നടക്കുന്ന സമയത്ത് ഇവർ ഇങ്ങോട്ടേക്ക് എരച്ചു വരുന്നത്. പള്ളിയിൽ വികാരിയച്ഛൻ ഉണ്ടായിരുന്നില്ല. വികാരിയച്ഛൻ ആ സമയത്ത് ഈ വാഗമൺ കുരിശുമലയിലേക്ക് ഈ നോമ്പുകാല തിരുക്കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദേവാലയവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഏക വൈദികൻ എന്ന് പറയുന്നത് ഫാദർ ജോസഫ് ആറ്റുചാലിലാണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ദൃശ്യം കാണുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഈ പള്ളി കുരിശുതൊട്ടിയുമായി ബന്ധപ്പെട്ട ആ ഒരു മേഖലയിൽ പ്രത്യേകിച്ച് പ്ലംബിംഗ് വർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവരിത് ഇങ്ങനെ വരുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. അപ്പോൾ അച്ഛൻ ഇവരോട് ഇത് പോകാൻ പറയുന്നു. ഇത്തരത്തിലുള്ള ഈ എരപ്പിക്കലും ഈ വലിയ രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കലും ആരാധനയ്ക്ക് തടസ്സമാകുന്നു. മാത്രമല്ല കുരിശുതൊട്ടിയുടെ ഒരു പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അപ്പോൾ അച്ഛൻ അവരോട് പോകാൻ പറയുന്നു. അവർ കൂട്ടാക്കുന്നില്ല.
അതിനുശേഷം ആണ് നടന്ന ചില നിർണായകമായിട്ടുള്ള ചില സംഭവങ്ങളുണ്ട് അല്ലെ. അപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ മൊഴി കൊടുത്ത സിബി എന്ന വ്യക്തി ഈ ദേവാലയത്തിലെ ആ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചിറങ്ങി വരുന്നു. അദ്ദേഹവും ഇത് കാണുന്നു അല്ലെ. ആ വ്യക്തി ഒരു നിർണായകമായിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് ആ സംഭവ ദിവസം ആ രാത്രി തന്നെ സജിക്ക് നൽകിയിരുന്നു അല്ലെ. അത് അന്ന് രാത്രിയിൽ ഈ പ്രകടനവും വിശുദ്ധീകരണ യോഗവും ഒക്കെ പള്ളിയുടെ അങ്കണത്തിൽ നടക്കുമ്പോൾ ഇദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടി. ഇദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. അത് നമ്മുടെ ഷെഗീന ന്യൂസിൽ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം ആരാധനയുടെ ഇടയ്ക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. കാരണം ഇതൊരു 12 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആരാധനയായതുകൊണ്ട് ആൾക്കാർ വന്ന് ആരാധിക്കുന്നു, തിരിച്ചു പോകുന്നവരുണ്ട്, 12 മണിക്കൂറോളം ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഇദ്ദേഹം ഉച്ചയോടുകൂടി 12:40 ദേവാലയത്തിന് വെളിയിലേക്ക് വരുമ്പോൾ താഴെ നിന്നുകൊണ്ട് കുരിശിൻ തൊട്ടിൽ നിന്നുകൊണ്ട് കൊച്ചച്ഛൻ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. സിബിച്ചേട്ടാ വേഗം അവിടുത്തെ ഗേറ്റ് അടയ്ക്കാൻ പറയുന്നുണ്ട്. അദ്ദേഹം പോയി ആ സൈഡിലെ ഗേറ്റ് അടയ്ക്കണ നേരത്ത് ബാക്കിയുള്ള വാഹനങ്ങൾ വളരെ ശബ്ദത്തോടെ എരച്ചുകൊണ്ട് മറ്റ് ഗേറ്റിലേക്ക് ഓടി ഇറങ്ങുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പം അച്ഛൻ അവിടെ വീണ് കിടക്കുന്നു. അച്ഛൻ പയ്യെ പൊടിയെല്ലാം തട്ടി അച്ഛൻ സാവധാനം എഴുന്നേറ്റ് വരുന്നു. ഉടൻ തന്നെ അച്ഛൻ്റെ കൈക്കെല്ലാം നീരൊക്കെ വയ്ക്കുന്ന രംഗമാണ് അദ്ദേഹം അവിടെ കണ്ടത്. ഈ വലിയ ഒരു സംഭവം ഇതിന് ശേഷം ഇത് വണ്ടി വിട്ടുപോകുമ്പോഴും ഈ അച്ഛൻ വീണ് കിടക്കുമ്പോഴെല്ലാം വലിയ ശബ്ദത്തോടു കൂടിയാണ്, അതായത് ചീത്ത പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇറങ്ങിപ്പോകുന്നു എന്നുള്ളത് ഈ സിബിച്ചേട്ടനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അച്ഛനും പറയുന്നതുണ്ട്. ജോർജ്, നമ്മുടെ ആറ്റുകാലച്ഛൻ ഈ രണ്ടാമത്തെ ഗേറ്റ് അടയ്ക്കുവാനായിട്ട് നടന്നു നീങ്ങുകയായിരുന്നു. അപ്പോൾ അത് അദ്ദേഹം നടക്കുന്നത് ഒരു കാറിന് പോകാവുന്ന ഒരു വഴിയിൽ കൂടെ തന്നെയാണ്. കാറിന് പോകാവുന്ന വിസ്താരമുള്ള ഒരു വഴിയിലൂടെയാണ് അച്ഛൻ നടന്നു പോകുന്നത്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കാറുകളെല്ലാം എരമ്പിച്ച് വരികയാണ് വളരെ സ്പീഡിൽ. അപ്പോൾ അച്ഛൻ കൈ കാണിച്ചു. അപ്പോൾ ഈ കൈ കാണിച്ച അച്ഛനെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഈ അച്ഛൻ്റെ കൈമ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് ആദ്യത്തെ വാഹനം കടന്നു പോകുന്നത്. അതിന്റെ പിന്നാലെ തന്നെ അടുത്ത വാഹനം വന്നു. ഈ വാഹനം അച്ഛന് റോഡിന്റെ നടുവിലാണ്. ഈ നടുവിൽ നിൽക്കുന്ന അച്ഛൻ അവിടുന്ന് ഒരല്പൊന്ന് മാറി ഇവരിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അച്ഛനൊന്ന് മാറുന്നതിന് ഇടയ്ക്ക് തന്നെ അച്ഛന്റെ കാൽമേ ഈ വാഹനം ഇടിക്കുകയും അച്ഛൻ വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ റോഡ് ഒരു ക്ലാരിറ്റി ഉണ്ട്. ഇപ്പൊ ഈ റോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, ഇത് പള്ളിയുടെ കുരിശുതൊട്ടിയുടെ ഭാഗമായിട്ടുള്ള മേഖലയാണ്. അവിടുന്ന് ഈ വണ്ടി പോകാനുള്ള ഒരു പാസേജ് പള്ളിയുടെ ഭാഗം. അതെ, അത് പൊതു റോഡോ അങ്ങനെയൊന്നും അല്ല. അതായത് പള്ളിയുടെ ഭാഗമായിട്ടുള്ള ഈ കുരിശുതൊട്ടി കുരിശുതൊട്ടിന്ന് ഗേറ്റിലോട്ടുള്ള ആ ഒരു വഴിയിൽ അതാണ് അവിടെ നടന്നത്. അവിടെ വെച്ചാണ് നമുക്ക് അവിടെ പ്രദേശത്തിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കുരിശുതൊട്ടിന്ന് ആ ഗേറ്റിലേക്ക് പോകുന്ന വഴിയിൽ ചെറിയൊരു തോടുണ്ട്. ആ തോടിന്റെ മുകളിൽ ചെറിയൊരു പാലം പോലത്തെ ഒരു സംവിധാനമുണ്ട്. അവിടെ വെച്ചാണ് അച്ഛന് ഈ പോലെ ഈ വാഹനത്തിന്റെ ഒരു ഇടി ഏൽക്കുന്നത്. സെക്ഷൻ 307 പ്രകാരം അറിവോട് കൂടിയിട്ട് ഒരു വ്യക്തിയെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം. ഇവിടെ ആ കുട്ടികൾക്ക് അറിയാം, ഇത്രയും വേഗത്തിൽ ഒരു വാഹനം ഓടിച്ച് റോഡിന്റെ നടുവിൽ നിൽക്കുന്ന വൈദികന്റെ നേരെ ഇടിച്ചു കയറ്റി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള നോളേജ് ഉള്ള 17-18 വയസ്സുള്ള കുട്ടികളാണ്. അവർ അതേപടി തന്നെ ആ വാഹനം വൈദികന്റെ നേരെ ഓടിച്ചു കയറ്റുകയാണ് ഉണ്ടായത്. ദൈവകൃപയാലാണ് അച്ഛൻ മറ്റൊരു ഡയറക്ഷനിലേക്ക് തെറിച്ചു വീഴുന്നത്. അതല്ല, അച്ഛൻ തിരിച്ചു വീഴുന്നത് മറുസൈഡിലേക്കാണെങ്കിൽ, ഈ വാഹനം കണ്ട് മുൻപിലേക്കാണെങ്കിൽ അച്ഛന്റെ മേലെ കൂടെ ഈ ഒരു വാഹനമല്ല വരിയായിട്ട് വന്നിരിക്കുന്ന ഓവർ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ വാഹനങ്ങളെല്ലാം അച്ഛന്റെ മേലെ കൂടെ കയറി ഇറങ്ങുമായിരുന്നു എന്ന് ഇവർക്കറിയാം. അതറിയാനുള്ള പ്രായം ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 307 ചുമത്തപ്പെട്ടത്. ഒപ്പം മാത്രമല്ല, ഈ പറയുന്നത് പോലെ ഈ അരുൺ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഈ രണ്ടാമത് വരുന്ന, അതല്ലെങ്കിൽ ഇപ്പോൾ അറിയാവുന്നതാണ് അവർ ഇടിച്ചതെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ വാഹനത്തിൽ നിർത്തി എന്താണ് പറ്റിയത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത്. ഇനിയിപ്പം ഇവർ പറയുന്നു അച്ഛൻ വൈദിക വേഷത്തിലല്ല, വൈദികനാണെന്ന് തിരിച്ചു. ഇനിയിപ്പോ വൈദികൻ അല്ലെങ്കിൽ അതൊരു മനുഷ്യജീവനാണല്ലോ, പള്ളിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണെന്നുള്ള ബോധ്യമായി അവർക്ക് കിട്ടും. രണ്ടാമത് വരുന്ന വാഹനം വീണ്ടും ഇടിച്ചിടുന്നു. അത് മാത്രമല്ല, ഈ പോകുന്ന വഴിക്ക് പുറകെ വരുന്ന പല വാഹനങ്ങളിലുള്ള പലരും അച്ഛനെ ചീത്ത വിളിച്ചിട്ടാണ്, മോശമായ ആംഗ്യങ്ങൾ കാണിച്ചിട്ടാണ് ഇവർ കടന്നു പോകുന്നത്. അപ്പൊ അതിൽ നിന്നും കൃത്യമാണ് എന്താണ് ഇത് അറിയാതെയാണോ അല്ലെങ്കിൽ മനഃപൂർവ്വമാണോ ഇടിച്ചതെന്ന് കൃത്യമാണ്. നമുക്ക് അതിനു മുമ്പ് ഈ FIR, അതായത് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ 0171 നമ്പറിൽ ഫയൽ ചെയ്ത FIR ഉണ്ട് ഈ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ച ആ ഒരു കൃത്യമായിട്ടൊരു ഡേറ്റ കൂടി ഒന്ന് പ്രേക്ഷകർ കൊണ്ട് നമുക്ക് അവതരിപ്പിക്കാം. അതായത് അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: പ്രതികൾക്ക് ആവലാതിക്കാരൻ, അതായത് ഫാദർ ജോസഫ് ആറ്റുചാലിലച്ഛനെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആവലാതിക്കാരൻ സഹവികാരിയായി ജോലി ചെയ്തു വരുന്ന പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ കോമ്പൗണ്ടിൽ കാറുകളുമായി അതിക്രമിച്ച് കയറിയത് ചോദ്യം ചെയ്തതിലുള്ള വിരോധ നിമിത്തം പള്ളി കോമ്പൗണ്ടിൽ പ്രവേശിച്ച ചുവന്ന കളറിലെ
ബൊലേറോ കാർ നിർത്തുന്നതിനായി ആവലാതിക്കാരൻ കൈ കാണിച്ച സമയം, അതായത് 23/2/2024 ഉച്ചയ്ക്ക് 12:40 മണിക്ക് ഈ കാർ ഓടിച്ച ആൾ ആവലാതിക്കാരനെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെ ആവലാതിക്കാരന്റെ ഇടത് കൈയിൽ ഇടിച്ച ശേഷം നിർത്താതെ ഓടിച്ചു പോവുകയും ഈ കാറിന്റെ തൊട്ടു പിന്നാലെ വന്ന മറ്റൊരു ചുവന്ന കാർ ആവലാതിക്കാരനെ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തതിൽ വെച്ച് ആവലാതിക്കാരന്റെ ഇടത് കൈമുട്ട് ഭാഗത്തും ഇടത് ഷോൾഡർ ഭാഗത്തും തലയുടെ ഇടതുവശത്ത് ഭാഗത്തും പരിക്കേൽപ്പിച്ച് കൊലപാതക ശ്രമം നടത്തുന്നതിന് പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി പ്രവർത്തിച്ചു എന്നുള്ളത്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ സെക്ഷൻ 307 പ്രധാനപ്പെട്ട വകുപ്പ് 324, 447 IPC ആക്ട് പ്രകാരം ഇത്രയും വകുപ്പുകളാണ് അവിടെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം വകുപ്പുകൾ ചുമത്താനുള്ള ന്യായമായ കാരണമുണ്ട്. വെച്ചാൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അവിടെ ഒരു ആ പള്ളിയുമായി ബന്ധപ്പെട്ട് യാതൊരു അധികാരമില്ലെങ്കിൽ ഒരിക്കലും അവിടെ അങ്ങനെ അപ്രകാരം വണ്ടി നിർത്താൻ പറയുകയില്ല. ഈ ഇപ്രകാരം ഇടിച്ചു വണ്ടി വീണടക്കുന്ന ഒരു വ്യക്തി, അച്ഛനും ആരും ആയിക്കൊള്ളട്ടെ, എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഒന്നും യാതൊരു അന്വേഷണവും ഇല്ലാതെ വണ്ടി ഓടിച്ചു പോകുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോഴും അവർക്ക് ചെയ്ത കാര്യത്തിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഈ അച്ഛനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അശ്ലീലമായ ചില ആംഗ്യങ്ങൾ അച്ഛനെ നേരെ കാണിച്ചു എന്നും പറയുന്നുണ്ട്. അതെ. അപ്പം സെക്ഷൻ 307 ചുമത്തതിൽ നമുക്ക് ഒരിക്കലും ഒരു തെറ്റ് പറയാൻ സാധിക്കില്ല. ഇനി ഞാൻ മറ്റൊരു ഇത് പറയുകയാണെങ്കിൽ, ഇതൊരു കുട്ടിക്കളിയാണ്. കുട്ടിക്കളി എന്ന് പറയുമ്പോൾ, കുട്ടിക്കളിയാണെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രവൃത്തികൾ ചെയ്യാൻ കുട്ടികൾ എന്തുകൊണ്ട് തയ്യാറായി? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്താലും, കുട്ടികൾ ചെയ്താലും, ആര് ചെയ്താലും എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്തേനെ? ഇപ്പോൾ ഇവിടെ പറയാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അച്ഛനെന്തോ ഞാൻ ഒരു വലിയ ദൈവാനുഗ്രഹത്താൽ മാത്രമാണ് അച്ഛൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അച്ഛൻ എന്ത് വേണമെങ്കിലും സംഭവിക്കായിരുന്നു, അംഗവീകനാകായിരുന്നു, അല്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ പോകായിരുന്നു, ഇങ്ങനെ പല സാധ്യതകളുണ്ട്. അപ്പോൾ കുട്ടികളാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ആണെന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കുട്ടികളിയുടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് ഒരു ഇതിപ്പോ ക്രിസ്ത്യൻ ദേവാലയമായിക്കോട്ടെ, ഒരു മുസ്ലിം മോസ്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹൈന്ദവ അമ്പലമായിക്കോട്ടെ, ഒരു ആരാധനാലയത്തിന്റെ മുറ്റത്തേക്ക് ഇത്തരത്തിലൊരു വാഹനം എരച്ചു കയറി അവിടെ അഭ്യാസ പ്രകടനം ഒരിക്കലും നടത്താൻ പാടില്ല. അതൊരു കുട്ടിക്കളിയല്ല ശരിക്കും. അല്ല അരുൺ, ഞാൻ മറ്റു കാര്യം ചോദിക്കട്ടെ. ഈ കുട്ടികൾ നടത്തിയ ഈ ഒരു വലിയ കളികൾ, അവിടെ ഭാഷ പറയുന്ന കളികൾ മറ്റേതെങ്കിലും ഒരു മതവിശ്വാസികളുടെ ആരാധനത്തിന് മുമ്പിലായിരുന്നെങ്കിൽ, ഞാൻ പറയുകയാണെങ്കിൽ ഇത് മറ്റു ഏതായിക്കോട്ടെ, എന്തായാലും ഇന്ന് കുട്ടികളുടെ അവസ്ഥ നമുക്ക് ഇവിടെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് പള്ളിമുറ്റത്തെ അഭ്യാസ പ്രകടനം എന്നതിനേക്കാൾ ഉപരി ഈ കുട്ടികൾ എങ്ങനെയാണോ ചെയ്തത് ഇല്ലേ എന്നുള്ളത് ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല, അത് ജനം തീരുമാനിക്കട്ടെ. പക്ഷേ ഒരു കുരിശുതൊട്ടിയുടെ മുമ്പിൽ അവഹേളനം നടത്തി, അതല്ലെങ്കിൽ ആ കുരിശുതൊട്ടീനെ മാക്സിമം അപമാനിച്ച് കുരിശിന് മുമ്പിൽ അഭ്യാസം നടത്തി, അല്ലെങ്കിൽ പള്ളിയുടെ ഇടയിൽ അഭ്യാസം നടത്തി, അത്തരം വീഡിയോകൾ ചിലർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായ പ്രതിഫലമുണ്ട്. ഈ പ്രതിഫലം ഒരു പ്രേരകം കൂടിയാകാം ഈ കുട്ടികൾക്ക് എന്നല്ല, ഇത്തരം അഭ്യാസങ്ങൾ നടത്തുന്നവർക്ക്. മാത്രമല്ല, ഈ ആ പ്രദേശത്ത് ഈ പറയുന്നത് പോലെ ഈ അവിടുത്തെ ഒരു കുരിശുമലയുമായി ബന്ധപ്പെട്ട് സമാനമായിട്ടുള്ള മറ്റൊരു സംഭവം, ഈ പള്ളിയുടെ തന്നെ ഒരു കുരിശുമല അവിടെ അടുത്ത് തന്നെയുണ്ട്. അത് ഈ മറ്റുള്ളവർ പറയുന്ന പോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. അവിടെ ഒരു വർഷം മുമ്പ് തന്നെ ഏതാനും ഇതുപോലെ തന്നെ കുട്ടികൾ, ഇവർ പറയുന്ന ഈ 17-18 വയസ്സുള്ള കുട്ടികൾ ഈ കുരിശിന്മേൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുകയും സോഷ്യൽ മീഡിയ വഴി ഇവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ്. അതൊരു വലിയൊരു ബുദ്ധിമുട്ട് അവിടുത്തെ വിശ്വാസികൾക്ക്, പ്രത്യേകിച്ച് പാലക്കാർക്ക് അതുണ്ടായി. പക്ഷേ നമ്മളുടെ മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും ഒക്കെ ഒരു കാരുണ്യം നമ്മുടെ ക്രിസ്ത്യാനികളിൽ നിന്ന് അത് ഒഴുകി, അത് ക്ഷമിച്ചും അത് വളരെ മനോഹരമായിട്ട് പുറത്ത് ആണ് പറഞ്ഞു വിട്ടത്. പക്ഷെ അതിനുശേഷം അവിടെ നമ്മൾ വാർത്തയുമായിട്ട് ചെല്ലുമ്പോൾ അവിടുത്തെ ആ ഇടവക്കാരുടെ തന്നെ ഒരു പ്രതികരണം ഇതാണ്: അന്ന് ഞങ്ങൾ ക്ഷമിച്ചതിന് ശേഷം ഇന്ന് വരെയും അന്ന് അച്ഛനെ വാഹനം ഇടിപ്പിക്കുന്ന അന്ന് വരെയും ഈ പള്ളി മൈതാനത്ത് നിന്ന് ഇങ്ങനെയുള്ള ശല്യങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിൻ്റെ ഒരു വേദന അവരുടെ ഇടയിലുണ്ട്. കാരണം പള്ളിയിൽ പ്രത്യേകിച്ച് അന്ന് വെള്ളിയാഴ്ചകളിൽ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആരാധനയാണ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചുള്ള ദൈവാരാധന. ഈ ദൈവാരാധന വളരെ നിശബ്ദതയിലൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് ഇവർ വന്ന് ഈ പള്ളി മൈതാനത്ത് വന്ന് ഇതുപോലെ വലിയ ശബ്ദത്തിൽ വാഹനം ഇരപ്പിച്ചുകൊണ്ട് ഈ കാർ സ്റ്റണ്ട് കാണിക്കുമ്പോൾ എന്തുമാത്രം ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയം വ്രണപ്പെടുന്നുണ്ടെന്നുള്ളത് ഇവിടുത്തെ ആരും മനസ്സിലാക്കുന്നില്ല, അതാരും തിരിച്ചറിയുന്നില്ല. അത് മറ്റുള്ള ഏതെങ്കിലും ഇപ്പോൾ പറഞ്ഞതുപോലെ മറ്റുള്ള മതത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റുള്ള ആരാധനാലയങ്ങളിലായിരുന്നെങ്കിൽ അവരുടെ ഒരു പ്രതികാരം അല്ലെങ്കിൽ പ്രതികരണം എങ്ങനെയായിരുന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതാണ്. ഇവിടെ ഞാൻ കൂടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുരിശുതൊട്ടിയുടെ മുമ്പിൽ തന്നെ വന്ന് അവർ കാണിച്ച ഈ കാർ സ്റ്റണ്ടും അവരുടെ ഈ ഒരു റീലും ഫോട്ടോഷൂട്ടും ഒന്നും ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്കത് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ക്രിസ്ത്യൻ സിമ്പിൾസിനെ, ക്രിസ്ത്യൻ വാല്യൂസിനെ, ക്രിസ്ത്യാനികളെ പൂജ്യമായി കരുതുന്ന കുരിശിനെ, അതുപോലെ രൂപങ്ങളെ ബോധപൂർവം അവഹേളിക്കാനുള്ള ഒരു വലിയ ശ്രമം
സഭാവിരുദ്ധ ശക്തികൾ, അതിപ്പം മറ്റേത് ഗ്രൂപ്പ് ആയിക്കൊള്ളട്ടെ, അത്തരത്തിലുള്ള ബോധപൂർവമായ ഒരു വളരെ പരിശ്രമം നടക്കുന്നുണ്ട്. നമ്മൾ മറ്റു രാജ്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് പല പല കാര്യങ്ങളും കാണുന്നു കേൾക്കുന്നുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ന്യായമായ രീതിയിൽ കുട്ടികൾ ഈ കുരിശിൻ്റെ മുമ്പിൽ തന്നെ വന്ന് ഈ രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കുന്നു, കുരിശിനെ അവമാനിക്കുന്നു, തികച്ചും അനാദരമായി പെരുമാറുന്നു, അവരപ്രകാരം വീഡിയോ എടുക്കുന്നു. അപ്പോൾ അവർ ഇത്തരം സംഘടനകൾക്കോ ശക്തികൾക്കോ ഈ റീൽസും വീഡിയോയും അയച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അതായത് ഈ പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനികളുടെ വിശുദ്ധ സ്ഥലങ്ങളെയും വിശുദ്ധ വസ്തുക്കളെയും മലിനപ്പെടുത്തുന്ന ഫോട്ടോകളും വീഡിയോസൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കൊടുക്കുമ്പോൾ ഇതിനെ ചില സമൂഹങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ചില തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകൾ, അങ്ങനെയുള്ള ഒരു തീവ്ര സ്വഭാവമുള്ള ചില സംഘടനകൾ ഇതിന് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഇത് അവർക്കൊരു ആവേശമായി മാറുന്നുണ്ട്. ഇതിൻ്റെ സീരിയസ്നെസ് അവർക്ക് അറിയത്തില്ല. എന്നാൽ ഇങ്ങനെ ചെയ്യരുതെന്ന്, മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കണമെന്നും വന്ദിച്ചില്ലേലും നിന്ദിക്കരുതെന്നൊക്കെയുള്ള നമ്മുടെ പഴയ പൂർവ്വപിതാക്കന്മാർ നമുക്ക് പറഞ്ഞ് നൽകിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു പാഠങ്ങളൊന്നും ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇവരിത് ചെയ്യുമായിരുന്നില്ല. ഈ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇത് നമ്മളുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് പാലാ ഏരിയയിൽ തന്നെയുള്ള പല ദേവാലയങ്ങളുടെയും മേഖലകളിൽ ഇങ്ങനെ കാണുന്ന ചില പ്രതിസന്ധികൾ ഇങ്ങനെ കാണാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വേദനയും അതൊക്കെ ഇങ്ങനെ അവർ പോട്ടെ എന്നോർത്ത് വീർപ്പുമുട്ടലുമാണ്. അതിൻ്റെ ഒരു പ്രതികരണമാണ് അന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട വൈദികൻ എന്ന് പറയുന്ന ഒരു വിശ്വാസിക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് നിസ്സാരം ആളല്ല. ഇവർ പറയുന്ന പോലെ പാതിരി എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയുന്നല്ല. വൈദികൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അദൃശ്യമായ കൃപാവരങ്ങൾ ദൃശ്യമാക്കിക്കൊണ്ട് നമ്മൾക്ക് വേണ്ടി ഇറക്കിക്കൊണ്ട് തരുന്നവനാണ്. അപ്പോൾ അവനൊരു നിസ്സാര സംഭവമല്ല. അപ്പോൾ വൈദികനെ തൊട്ട് കഴിഞ്ഞാൽ, വൈദികനൊരു മുറിവേറ്റെന്ന് പറഞ്ഞാൽ അത് ഒരു ക്രിസ്ത്യാനിയുടെ നെഞ്ചാണ് പിളർന്നു പോവുക. അപ്പോൾ അതുകൊണ്ട് ആണ് ആൾക്കാരെല്ലാവരും, ഒരു ആത്മായനായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ക്ഷമിച്ചാൽ, മറ്റുള്ളവരറിയും ആത്മായനാണ് ക്ഷമിക്കുവാനും നമ്മൾ ക്ഷമിച്ചാനും. പക്ഷേ വൈദികൻ ഒരു വിശ്വാസിക്ക് നിസ്സാരനായ ഒരാളല്ല, അവൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. ഇവിടെ ക്രൈസ്തവർ ആ ദിവസങ്ങളിൽ എന്തുകൊണ്ട് ഇത്രയും രൂക്ഷമായി പ്രതികരിച്ചു എന്നതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടത്തി കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മുൻപും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ പൾസും അവരിൽ നിന്ന് കിട്ടിയ ചില ഇൻഫോർമേഷൻസ് ഒക്കെ വളരെ ഞെട്ടിക്കുന്ന പ്രതികരണങ്ങൾ നമുക്ക്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് സിറോ മലബാർ സഭയുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറയുന്നതാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളല്ല. കാരണം ഏതാനും വർഷങ്ങളായിട്ട് ക്രൈസ്തവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ, ക്രൈസ്തവ വിശ്വാസികളെ അല്ലെങ്കിൽ അവരുടെ പെൺകുട്ടികളെയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ചില തീവ്ര ചിന്താഗതിക്കാരെ, അത് ഒരു സമൂഹത്തെയോ ഒരു മതവിഭാഗത്തെയോ ഒന്നും കുറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറല്ല. ഏതാനും ചില വ്യക്തികൾ അവർ അത് പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ കടുത്ത ദുരനുഭവങ്ങൾ ഈ ദേശങ്ങളിലുള്ള, പ്രത്യേകിച്ച് തെക്കൻ പ്രദേശങ്ങളിലുള്ള ക്രൈസ്തവ സമൂഹം കൃത്യമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും അവരുടെ, ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ട ഈ പള്ളിയിലും മറ്റു പല പള്ളികളിലും അവരുടെ പല പെൺകുട്ടികളെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പല പെൺകുട്ടികളും നഷ്ടപ്പെടാനായിട്ട് 18-ാം വയസ്സിൽ നഷ്ടപ്പെടുന്ന അവർക്ക് അറിയാം. ആ അവസ്ഥയിലാണെന്ന് ആ കുട്ടികളായിരിക്കണേ എന്നുള്ളതും അവർക്കറിയാം. ഇത്തരം പ്രണയ ചതികൾ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റ് ഇന്റർകാസ്റ്റ് അല്ലെങ്കിൽ ഇന്റർ റിലിജിയൻ മാരേജുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. അത് ഈ കേരളത്തിലും പല സമൂഹങ്ങളെ ഇടകലർന്ന് ജീവിക്കുന്ന നാട്ടിൽ വർഷങ്ങളായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്. ആർക്കും അതിനെ തടയാൻ പറ്റില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളൊക്കെ അതിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പ്രത്യേക ലക്ഷ്യത്തോടുകൂടി പ്രണയം അഭിനയിച്ച് ഈ കുട്ടികളെ കെണിയിലാക്കി കൊണ്ടുപോകുന്നു. ഒന്നുകിൽ 2 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ നമ്മൾ കാണില്ല. ഇവരെ കെട്ടിക്കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടികളില്ല. ഈ കെട്ടിക്കൊണ്ടുപോയ ആളെ കാണാൻ പറ്റത്തില്ല. ഇല്ല, അവരാരും കാണുന്നില്ല. രണ്ടാമത് ഒന്നുകിൽ അയാൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കുട്ടി ചിലപ്പോൾ മിക്കവാറും ഇവരുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ച് കരഞ്ഞു പിടിച്ച് ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഗർഭിണിയായിട്ട് ഈ കുട്ടി തിരിച്ചെത്തുന്നു. ഈ അവസ്ഥ ഈ പൂഞ്ഞാർ ദേശത്ത് മാത്രമല്ല, പൂഞ്ഞാറിനോട് അനുബന്ധപ്പെട്ട് പാലാ ഏരിയയിലും മറ്റു ചില രൂപതകളിലും വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ നമ്മോട് പറഞ്ഞത്. അതിനവർ പല എവിഡൻസുകളും പല കാര്യങ്ങളും അവർ നമുക്ക് കാണിച്ചു തന്നു. ഇതേപോലെ തന്നെ സൺഡേ കാറ്റീസം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയിട്ട് ചില വ്യക്തികൾ വരുന്നു. അവരുടെ പെൺകുട്ടികളെ ഇങ്ങനെ വളയ്ക്കാനും അല്ലെങ്കിൽ അവരെ ശല്യപ്പെടുത്താനുമായിട്ട് വരുന്നു. ഇങ്ങനെ ഈ പൂഞ്ഞാർ പള്ളിയിൽ തന്നെ ഇത്രയും ശല്യങ്ങളെല്ലാം കൂടിയിട്ട് അവര് സൺഡേ കാറ്റീസിന് യൂണിഫോം ആക്കിയപ്പോൾ അതേ യൂണിഫോമിൽ തന്നെ വീണ്ടും ഇത്തരം കുട്ടികൾ വരുന്നു.
അതെ, അത് വളരെ കറക്റ്റാണ്. ഇപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു അധിനിവേശ ശ്രമങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ അതിൻ്റെ ഒരു പാരമ്യത്തിൽ, അതിൻ്റെ ഒരു പീക്ക് പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ചിലപ്പോൾ ചില മേഖലകളിലൊക്കെ അവർക്ക് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ കൺമുന്നിൽ നിൽക്കുന്നു. അതിന്റെ ഏറ്റവും ഒടുവിലാണ് ഈ പറയുന്ന സജി സൂചിപ്പിച്ചതുപോലെ ഒരു വൈദികനെ തന്നെ അപായപ്പെടുത്താനുള്ള ഒരു ശ്രമം നടക്കുന്നത്. അതിന്റെ എല്ലാം ഒരു പരിണിത ഫലമായിട്ടാണ് നമ്മുടെ വിശ്വാസികളും സംഘടനകളും വൈദികരും ഒക്കെ ശക്തമായിട്ടുള്ള ഭാഷയിൽ അവിടെ പ്രതികരിക്കേണ്ടത്. പലപ്പോഴും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ മീനച്ചിൽ താലൂക്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളും ഒക്കെ നാം സഞ്ചരിക്കും, നമുക്ക് അറിയാൻ സാധിച്ച ചില ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ചിലരുടെയൊക്കെ ഒരു പ്രത്യേക ഒരു അജണ്ടയുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളായ പ്രത്യേകിച്ച് പ്രദേശങ്ങളായ പാല പോലുള്ള പ്രദേശങ്ങളെ ഞങ്ങൾ ഒരു നാളിൽ കീഴടക്കും. അത് ചിലരുടെ വ്യക്തമായിട്ടുള്ള ലക്ഷ്യം. നമുക്ക് 2047 ഇന്ത്യയുടെ ഭരണം ഞങ്ങൾ കീഴടക്കും എന്നൊക്കെ പറഞ്ഞ് അവർ പുറത്തിറക്കിയ ലഘുലേഖകളും ബുക്കുമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ചിലരുടെ വ്യക്തമായിട്ടുള്ള അജണ്ടയാണ് കേരളത്തിലെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകൾ തങ്ങളുടെ അധീനതയിൽ ആകും. ചിലപ്പോൾ ഈ വലിയവായിൽ മതേതരത്വം ഒക്കെ പറയുന്ന ഈ നമ്മുടെ ചില ഭാഷയിൽ നമ്മൾ സരസമായി പറയുന്ന നിഷ്കളങ്കരായിട്ടുള്ള ചില മതേതര ക്രിസ്ത്യാനികൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. പക്ഷേ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളെ കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ചിലർ പ്രവർത്തിക്കുന്നുണ്ട്. അത് പല രീതിയിലൂടെ അരുൺ സൂചിപ്പിച്ച പ്രണയക്കണികളാകാം, ബിസിനസ് മേഖലയാകാം, ലാൻഡിലൂടെ ആകാം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സിനിമ മാധ്യമ മേഖലകളിലൂടെയുള്ള ഒരു അധിനിവേശമാകാം. അല്ലെ ജോർജി ഇപ്പോൾ പാല കീഴടക്കും എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ചിലരൊക്കെ അന്തിച്ചു നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്കിത് സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അതായത് റോം കീഴടക്കും, ക്രിസ്ത്യാനിറ്റിയെ കീഴടക്കും, വത്തിക്കാൻ കീഴടക്കും എന്നൊക്കെ പറയുന്നത് പോലെ പാല കീഴടക്കുമെന്ന് ചില തീവ്ര ശക്തികൾ പറയുന്നത് അത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ചില തീവ്ര ചിന്താഗതികൾ പുലർത്തുന്നവർ, ചില തീവ്ര ആശയങ്ങൾ പേറുന്നവർ, അത് അവരുടെ കൃത്യമായ ഒരു അജണ്ടയാണെന്നുള്ളത് അത് ഇവിടുത്തെ പല ക്രിസ്ത്യാനികളോട് തന്നെ അവർ നേരിട്ട് വെല്ലുവിളിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ട് പല ഏരിയകളിലും ചില സ്ഥലങ്ങളുടെ ഡീലുകൾ നോക്കുകയാണെങ്കിൽ അത് ഓരോ ഏരിയകൾ, ചില ഏരിയകളൊക്കെ ക്രിസ്ത്യാനികളുടെ കയ്യിൽ നിന്ന് മോഹവില കൊടുത്തിട്ടാണ് വാങ്ങുന്നത്. അവർ മാക്സിമം പ്രേരിപ്പിക്കണം. ചില സ്ഥലത്തൊക്കെ വൈദികരെ അതിനെ തടയിടാനായിട്ട്, ഇതൊക്കെ അറിയുന്ന മറ്റ് ക്രൈസ്തവ സമൂഹത്തിലുള്ള പ്രധാനപ്പെട്ടവർ അത് തടയിടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും മെല്ലെ ചില ഏരിയകളെല്ലാം കീഴടക്കി കൊണ്ടുവരുന്നു. അതുപോലെ തന്നെയാണ് ചില ബിസിനസ് മേഖലകൾ, ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് പാല ഏരിയയിലുള്ള പല ബിസിനസ് മേഖലകളും തകർന്നടിഞ്ഞതിന് പിന്നിലും ഈ ഇതുപോലെയുള്ള ചില തീവ്ര ചിന്താഗതി പേറുന്ന ചില വ്യക്തികൾ അവരുടെ കൃത്യമായ അജണ്ടയോട് കൂടിയിട്ട് ആ ബിസിനസ് തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ തൊട്ടും അപ്പുറത്തും ഒക്കെ ചില സ്ഥാപനങ്ങൾ പണിയുകയും അങ്ങനെ അത് പൂട്ടിച്ചു കളയുന്ന അവസ്ഥ. ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ചില വ്യക്തികളെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരത് കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിന്റെ എല്ലാം പാരമ്യം നമ്മൾ കാണാൻ കഴിഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു പ്രതാപകാലത്താണ്. അവരെ ബാൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പത്തെ സമയത്തൊക്കെ ഈ പ്രണയക്കിണികളിലൊക്കെ പെട്ട പെൺകുട്ടികളെ അവരെ കൂട്ടമായിട്ടാണ് ആ കുടുംബത്തിൽ നിന്ന് ആ കുട്ടീനെ കൊണ്ടുപോകുന്നത്. അതിനുശേഷം കുട്ടീനെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ ഏതാനും വണ്ടികൾ നിറയെ ആൾക്കാരായിട്ടാണ് ഇവർ വരുന്നത്. വക്കീലിനെ ഇവർ അറേഞ്ച് ചെയ്യുന്ന ഇതിനായിട്ടുള്ള കൃത്യമായിട്ടുള്ള സംവിധാനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവർ പെൺകുട്ടികളെ മോഷ്ടിച്ച് കൊണ്ടുപോയിരുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തില് ക്രിസ്തീയ സമൂഹം പ്രതികരിക്കുമ്പോൾ അവർ വർഗീയവാദികളാണ്, അവർക്ക് സഹിഷ്ണുതയില്ല, അവരവരുടെ സ്വഭാവം മറക്കുകയാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് നമുക്ക് യാതൊരു എക്സ്ക്യൂസും പറയാൻ സാധിക്കില്ല. ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ ആരാധനയ്ക്ക് ശേഷം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടമായി ബൈക്കിന് വരുന്നു, അവിടെ ഷോ കാണിക്കുന്നു, സ്റ്റണ്ട് കാണിക്കുന്നു, കുട്ടികളെ ഭയപ്പെടുത്തുന്നു, ആകർഷിക്കാനായി ശ്രമിക്കുന്നു, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതിനു പുറമെ മറ്റു പല കുതന്ത്രങ്ങൾ, അതെന്തുമായിക്കൊള്ളട്ടെ, ബിസിനസ് മേഖലയിലായിക്കോട്ടെ, അതുപോലെ ഭൂമി മേഖലയിലായിക്കോട്ടെ, മറ്റു പല പല മേഖലകളിലും അവരെ തകർക്കാനും അവരെ നശിപ്പിക്കാനുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ. ഇതിനെക്കുറിച്ചെല്ലാം ഉള്ള തിരിച്ചറിവ് പലപ്പോഴും ഞാൻ പറഞ്ഞ ഷെക്കേനയിൽ നമ്മൾ പലപ്പോഴും ഇതിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി, ഇതിന്റെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ, സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും. അപ്പൊ നമ്മളെ തീവ്രവാദികളെന്നോ സഹിഷ്ണുതയില്ലാത്തവരോ അല്ലെങ്കിൽ സമൂഹത്തിൽ സ്പർദ്ധ പുലർത്തുന്നവരെന്നോ എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും നമ്മുടെ നാവടക്കാനോ അല്ലെങ്കിൽ നമ്മളെ സൈലന്റാക്കാനോ സാധിക്കില്ല. ഇത് സത്യമാണിത്. ഈ സത്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ നമ്മളിത് വിളിച്ചു പറഞ്ഞില്ല പിന്നെ ആരാണ് പറയുന്നത്? കാരണം ഒരു വലിയ അപകടത്തിന്റെ വക്കിലാണ് നമ്മുടെ സമൂഹമുള്ളത്. അത് നമ്മൾ ബോധപൂർവ്വം തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഈ രീതിയിലുള്ള അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രൈസ്തവരുടെ ഇടയിൽ പ്രതികരണം ഉണ്ടാകും. ഒരിക്കലും അവരുടെ മൂല്യങ്ങൾ കൈവിട്ടുകൊണ്ടല്ല, മറിച്ച് ആ മൂല്യങ്ങൾ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. തീർച്ചയായിട്ടും. അപ്പം അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയങ്ങളുണ്ട്. ഇത് പറയുന്നതോടൊപ്പം തന്നെ ഈ കുട്ടികളാണല്ലോ, അവരോട് ക്ഷമിക്കണമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് പല മാധ്യമങ്ങളിലും അല്ലെ പലരും കമൻറ്റുകൾ വിടുന്നുണ്ട്, കുട്ടികളോട് എന്തുകൊണ്ട് സഭയ്ക്ക് ക്ഷമിച്ചുകൂടാ എന്നുള്ളത്. പക്ഷെ ആരും ചോദിക്കുന്നില്ല ഈ കുട്ടികൾ ചെയ്ത് തെറ്റാണെന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല മാതാപിതാക്കളോടും. ഈ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നില്ല. അത് മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ മുഖ്യധാരയിൽ വരുന്ന ചില
സംഘടനകളും അതിന് പറഞ്ഞു കൊടുക്കുന്നത്. ഈ കുട്ടികൾ ചെയ്ത തെറ്റിന് കൂട്ടു നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികൾ ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ, മാധ്യമങ്ങളുടെ ഈ ലോകത്തിപ്പോൾ നടക്കുന്ന ചില കപടമായ വാർത്തകൾ മനുഷ്യൻ എങ്ങനെ വിശ്വസിക്കുന്നു എന്നും, ഇതുപോലെ വാർത്തകളൊക്കെ എങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ, അല്ലെങ്കിൽ ഒരു സമൂഹം അറിയാതെ തന്നെ, അല്ലെങ്കിൽ നീതിബോധത്തോടു കൂടിയുള്ള സമൂഹത്തെ പോലും പറ്റിക്കുന്ന ഈ മാധ്യമ മേഖലയിലുള്ള വലിയ ഒരു പിന്തിരിപ്പൻ ശക്തികൾ ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് ഒരു വലിയൊരു ഗൗരവമായ കാര്യം ഇന്നത്തെ സമൂഹം മനസ്സിലാക്കുന്നില്ല. ഇവിടെ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് കേരളത്തിലെ ഒരു മാധ്യമം പോലും പൂഞ്ഞാർ ഏരിയയിൽ വന്ന് തിരിഞ്ഞു നോക്കിയില്ല. പൂഞ്ഞാർ പള്ളി പരിസരത്തേക്ക് പോലും അവർ വന്നില്ല എന്ന് പറയുമ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഉണ്ടായത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹം അവിടെ സംഘടിക്കുന്നു. അറ്റ്ലീസ്റ്റ് വാർത്ത എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് വേണമെങ്കിൽ പോളിസിക്ക് അനുസരിച്ച് തീരുമാനമെടുക്കാം. പക്ഷെ ഞങ്ങൾ ആ ഏരിയയിലേക്ക് വരില്ല എന്ന് തന്നെ അവർ ഉറപ്പിച്ച് ഒരു മാധ്യമ പ്രവർത്തകനും അവിടെ വന്നില്ല എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വേറെയും കുറച്ച് അജണ്ടകളുണ്ട്. ജോർജ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് കേരളത്തിലെ പോപ്പുലേഷന്റെ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ 16% ക്രിസ്ത്യൻസ് ഉണ്ട്. അപ്പം 16% വരുന്ന ഒരു വിഭാഗത്തിന്റെ അവരുടെ ഒരു രോദനം, അല്ലെങ്കിൽ അവർക്കിടയിലുണ്ടായ ഒരു പ്രശ്നത്തെ റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ, ഞാൻ പറയുന്നു കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു എണ്ണത്തിനൊക്കെ ഒരു ഗണ്യമായ കുറവുണ്ടായാൽ നമ്മുടെ അവസ്ഥ എന്തായി മാറും? നമുക്ക് അതിനകത്ത് അവർ പറയുന്ന ഒരു ദുർബലമായിട്ടുള്ളൊരു വാദഗതിയുണ്ട്. അതിൻ്റെ ഒരു കപടത നമുക്ക് കൃത്യമായിട്ട് തന്നെ തുറന്നു കാണിക്കാം. അതായത് അവർ പറയുന്നു, ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഒരു വർഗീയ സംഘർഷം ഒഴിവാക്കാൻ, വർഗീയ ലഹള ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവർ കുറെ ഒരു വിവേകപരമായിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടുള്ള ചില മൗനം പാലിച്ചു വന്നത്. പക്ഷേ ഒരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഈ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ പല ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളും ക്രിസ്തീയ വിശ്വാസത്തിന് നേരെ പല സംഭവങ്ങളും ഉണ്ടാകാറുണ്ട്. ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഈ ഒരു ക്രൈസ്തവ ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു കുരിശിന് മുകളിൽ കാവിക്കൊടി നാട്ടി അവിടെ മുദ്രാവാക്യം വിളിച്ചു. അപ്പൊ ഒരു വാർത്ത വേണമെങ്കിൽ, ഇപ്പം ഇവർ ഈ പറയുന്ന ഇവരുടെ വെർഷൻ കടമെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വർഗീയ സംഘർഷം അല്ലെങ്കിൽ മതസ്പർദ്ധ, ഇരു മതവിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം, അകൽച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ വാർത്ത എങ്ങനെയായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതായത് ഒരു ക്രൈസ്തവ ദേവാലയത്തിന് മുകളിൽ സാമൂഹ്യ വിരുദ്ധർ കയറി ഒരു മതപരമായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചു, ക്രൈസ്തവ സമൂഹം പ്രതിഷേധത്തിൽ. പക്ഷേ ഈ വാർത്ത നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? കാവിക്കൊടി നാട്ടി ജയ് ശ്രീറാം, അതായത് ആ മതപരമായ മുദ്രാവാക്യം എന്താണെന്ന് കൃത്യമായിട്ട് തന്നെ അവർ പറയുന്നു. അത് ഏത് വിഭാഗത്തിൽപ്പെട്ട തീവ്ര സംഘടന, തീവ്ര ഹിന്ദുത്വ സംഘടനകൾ, അതായത് നോർത്ത് ഇന്ത്യയിൽ അത്തരം സംഭവം നടക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ അവർ പറയും തീവ്ര ഹിന്ദുത്വ സംഘടനകൾ. അവർ ചെയ്യുന്ന ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, അത് അവർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ പേരുകൾ അത് എന്താണ്, അതിന്റെ കുറ്റവാളികൾ ആരാണ്, അതിന്റെ പേരും അവരുടെ നാളും സഹിതം കൃത്യമായിട്ട് തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്യാമെങ്കിൽ, പക്ഷേ ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇവർ പറയുന്ന വാദഗതി എത്രത്തോളം ദുർബലമാണ് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ക്രൈസ്തവ സംഘടനകളും ക്രൈസ്തവ വിശ്വാസികളും വൈദികരും ഒക്കെ എന്തുകൊണ്ട് രൂക്ഷമായി പ്രതികരിച്ചു, അതിന്റെ ചില കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷെ മറ്റൊരു കാരണം കൂടി നാം ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ഇതിൽ ശക്തമായിട്ട് പ്രതികരിച്ചൊരു വ്യക്തിയാണ് PC ജോർജ്. അദ്ദേഹം ഇപ്പോൾ ഷെക്കേനിക്കാണ് മുഖ്യമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ശക്തവുമായിട്ടുള്ള പ്രതികരണങ്ങൾ നൽകിയത്. അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിരുന്നു, ഈ സംഭവത്തിന് ഉത്തരവാദികൾ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും വന്ന ചെറുപ്പക്കാരാണ്, അതിൽ 17-18 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. അത്തരത്തിലുള്ളൊരു പ്രതികരണം അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ അവിടെയുള്ള വിശ്വാസികൾക്കും കൃത്യമായിട്ട് തന്നെ അറിയാം, അതല്ലെങ്കിൽ അവർക്കും കൃത്യമായിട്ട് തന്നെ ഒരു സംശയം ഉണ്ട് അവരുടെ ഇടയിൽ. അതായത് ഈരാറ്റുപേട്ടയിൽ നിന്നും വന്ന ചെറുപ്പക്കാരാണ് ഈ സംഭവത്തിന് ഉത്തരവാദികൾ എന്ന് കൃത്യമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈരാറ്റുപേട്ട അത് എന്തുകൊണ്ടാണ് ഇത്രത്തോളം ഒരു ശക്തമായിട്ടുള്ള ആ ഒരു പ്രതികരണത്തിലേക്ക് ക്രൈസ്തവരെ നയിച്ചത് എന്നൊരു പോയിന്റ് കൂടി നമ്മൾ വളരെ പെട്ടെന്ന് ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കും. ശരിക്കും ജോർജ്, ഈ PC ജോർജ് തന്ന പ്രതികരണങ്ങളെല്ലാം, PC ജോർജാണ് ഇതെല്ലാം വർഗീയമായിട്ട് ഇളക്കിവിട്ടത് എന്നുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇവിടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ PC ജോർജ് നമുക്ക് തന്ന പ്രതികരണങ്ങൾ, ഷെക്കിനയിലൂടെയാണ് PC ജോർജിൻ്റെ മെയിൻ പ്രധാനപ്പെട്ട എല്ലാ പ്രതികരണങ്ങളും വന്നത്. ഈ പ്രതികരണങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ PC ജോർജ് ഇത് മുസ്ലിം കുട്ടികളാണെന്ന് പോലും തുടക്കത്തിൽ പോലും അത് പറഞ്ഞിട്ടില്ല. ആ കൂടി വെളിപ്പെടുത്തിയത് ഇത് ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള, അതായത് തന്റെ നാട്ടിൽ നിന്ന് തന്നെയുള്ള കുട്ടികളാണ് ഈ വന്നിരിക്കുന്നത് എന്നാണ് PC പറഞ്ഞിട്ടുള്ളൂ. മുസ്ലിം കുട്ടികളാന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി മാത്രമാണ്. അതെ, മുസ്ലിം കുട്ടികളെന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. അതെ, മുസ്ലിം കുട്ടികളെന്ന് കൃത്യമായിട്ട് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. PC ജോർജ് പിന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട 2 വ്യക്തികളെ കുറിച്ചാണ്. അവർക്കും NIA പൊക്കിക്കൊണ്ടുപോയ PFIയുടെ നേതാവും തമ്മിലുള്ള കണക്ഷൻസ്, ഇതിനെ കുറിച്ചിട്ടാണ് PC ജോർജ് പറഞ്ഞത്. ഇത് എതിർക്കേണ്ടതാണെങ്കിൽ, ഇത് തെറ്റാണെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം PC ജോർജ് ആ പറഞ്ഞതിനെ എതിർക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള പല തീവ്ര സ്വഭാവമുള്ള സംഘടനകളുടെ ക്യാമ്പുകൾ നടന്നിട്ടുണ്ട്. ഇനി
നാഷണൽ ലെവലിലും അതിൽ ഇന്റർനാഷണൽ ലെവലിലും നമ്മൾ ചിന്തിക്കുമ്പോൾ പല രീതിയിലുള്ള സ്ഫോടനങ്ങൾക്കും പല രീതിയിലും പേട്ട വിവാദ വിഷയമായിട്ട് അങ്ങനെ അത് ചിന്തിക്കുന്നുണ്ട്. ഇനി കേരളത്തെ തന്നെ നടുക്കിയ ആ കുട്ടിയുടെ മുദ്രാവാക്യം ഹരിയും മണ്ടരും കുന്തിരിക്കവും ആ രീതിയിലുള്ള മുദ്രാവാക്യത്തിൻ്റെയൊക്കെ ഉത്ഭവം വന്ന് അതിൻ്റെ എല്ലാം ഒരു ഉത്ഭവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെല്ലാം ഉത്തരവാദികൾ എന്ന് പറയുന്നത് നമുക്ക് പേട്ടയിലെ ഒരു ജനസംഖ്യയുടെ ഒരു ചെറിയൊരു ശതമാനമാണ്. അത് അവർ ഈ പേട്ടയുടെ ഒരു സൽപ്പേരിനെ ദുഷിക്കുന്നു, അല്ലെങ്കിൽ സൽപ്പേരിൽ ഒരു കളങ്കം ചാർത്തുന്നു. കുറെ അധികം പേര് അവിടെ എല്ലാ സമുദായത്തിൽപ്പെട്ടവർ, അത് മുസ്ലിം ആയിക്കോട്ടെ, ഹൈന്ദവരായിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, സമാധാനകാംക്ഷികളായിട്ടുള്ള ഈ രാജ്യത്തെ സമൂഹത്തെയും സ്നേഹിക്കുന്ന മതേതരത്വ മനസ്സുള്ള അനേകരുണ്ട് പേട്ടയിൽ. പക്ഷെ അവരുടെ സൽപ്പേരിനെ കളങ്കം ചെലുത്താൻ നേരത്തെ ജോജി സൂചിപ്പിച്ച ചെറിയൊരു ശതമാനം പേര് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക്, രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിലേക്ക്, തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക്, ഭീകര പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ അത് ഈരാറ്റുപേട്ടയുടെ പേരിനെ കളങ്കപ്പെടുത്തുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ ആരെങ്കിലും അവരുടെ ഈ തീവ്രവാദ സ്വഭാവം ചൂണ്ടിക്കാണിച്ചാൽ, ഇത്തരം ഒരു വളരെ ചെറിയൊരു വിഭാഗമുള്ളവർ അവരുടെ ഈ തീവ്രവാദ സ്വഭാവത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയോ സമൂഹത്തിന് അതിനെക്കുറിച്ചൊരു ബോധം കൊടുക്കുകയോ ചെയ്താൽ ഉടനെ അവരെയെല്ലാം അവർ ഒരു പ്രത്യേക വർഗീയവാദികളാക്കും, ആ സമുദായത്തിന്റെ ശത്രുക്കളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ ആസൂത്രിതമായിട്ടുള്ള അവരുടെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചത്. ഈ സിദ്ധാർത്ഥിന്റെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്, ഈ സിദ്ധാർത്ഥിനെ ആക്രമിക്കുമ്പോൾ ആ കോളേജിലുള്ള അല്ലെങ്കിൽ ആ ഹോസ്റ്റലിലുള്ള 130-140ഓളം സ്റ്റുഡൻസ് അവരിതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ ഒരക്ഷരം മിണ്ടുന്നില്ല, അവർ പ്രതികരിക്കുന്നില്ല. ഇത്തരം ഒരു സംഭവം ഉണ്ടായതിനെക്കുറിച്ച് അവർ എവിടെയും പറയുന്നില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഭീകരരുടെ ഇടയിൽ താമസിക്കുന്നവർക്ക്, ഭീകരന്മാരുടെ ഇടയിൽ താമസിക്കുന്നവർക്ക് ഒന്നുകിൽ ഭയം അവരെ കീഴടക്കുന്നു, അതല്ലെങ്കിൽ അവർ ചിലരെങ്കിലും ഇതിന് നിശബ്ദമായൊരു അനുവാദം നൽകുന്നു. അവരും നമ്മൾ ലോകചരിത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ നാസികൾ ഏറ്റവും തീവ്ര സ്വഭാവമുള്ളവർ, അവർ ഭൂരിപക്ഷമായിരുന്നില്ല, അവർ വളരെ ന്യൂനപക്ഷമായിരുന്നു. പക്ഷേ ഭൂരിപക്ഷം ജർമ്മൻകാരും അവിടെ പ്രവർത്തികൾ കണ്ട് ഒന്നും മിണ്ടാതെ അതിൻ്റെ മുമ്പിൽ പ്രതികരിക്കാതെ നിന്നു. ഇതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ, ഈ സ്റ്റാലിൻ്റെ വിധത്തിലുള്ള ആ ഗ്രൂപ്പുകൾ അവരിക്കലും ഭൂരിപക്ഷമായിരുന്നില്ല. പക്ഷേ ഭൂരിപക്ഷം പേരും അവരുടെ ക്രൂരപ്രവർത്തികൾ കണ്ട് മറ്റുള്ളവരെ കൊല ചെയ്യുന്നതുകൊണ്ട് അവർ വളരെ മൗനമായി നിന്നു. അപ്പം നമ്മുടെ കേരള സമൂഹത്തോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം, അതുപോലെ മാധ്യമങ്ങളോട് പറയാനുള്ള കാര്യം, അലക്ഷ്യതയോടുള്ള മൗനം പലപ്പോഴും ഒരു കുറ്റകരമായ ഒരു പ്രവൃത്തി തന്നെയാണ്. കുറ്റകരമായ മൗനമാണ്. ഒരു കാര്യം കൂടി നമ്മൾ പേട്ടയുമായി വന്നിട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഈ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡിന്റെ ഓഫീസ് അവിടെ പേട്ടയിൽ സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്തത് കോട്ടയം SP ആണ്. അതിനെതിരെ വളരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒരു സമുദായത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രക്ഷോഭമൊക്കെ അവിടെ നടന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ഈ ഈരാറ്റുപേട്ടയിൽ നിന്നുള്ളവരാണ് ഇത്തരത്തിൽ ഒരു ഈ പൂഞ്ഞാർ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നവർ എന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു ആശങ്ക, ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം ആ സമയത്ത് ഉണ്ടായിരുന്നത് വളരെയധികം വാസ്തവമാണ്. ഈ ക്രിസ്ത്യൻ സമുദായത്തിന് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയൊരു പരാതികളുണ്ട്. കാരണം വെച്ചാൽ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു വളരെ പ്രസിദ്ധമായ പള്ളി അരുവിത്ര പള്ളി. അപ്പോൾ ഈ അരുവിത്ര പ്രദേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക്, അവരുടെ വിശ്വാസസംബന്ധമായി. എന്നാൽ ആ പ്രദേശത്തിന്റെ പേര് തന്നെ മാറ്റാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പല സംഭവങ്ങളാണ് അവരെ ഈ രീതിയിലുള്ള പ്രതികരണത്തിലെല്ലാം കാരണമായിട്ടുള്ളത്. നമ്മൾ വളരെ ഈ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി പലരും തെറ്റിദ്ധാരണജനകമായി പ്രചരിപ്പിക്കുന്ന ആ സംഭവത്തിന്റെ ഒരു ഏട് കൂടി നാം ഒന്ന് തുറന്നു കാണിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഈ സംഭവം നടക്കുന്നത് FIR പ്രകാരം ഉച്ചയ്ക്ക് 12:40 ബഹുമാനപ്പെട്ട അച്ഛനെ ഈ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനുശേഷം ഈ ഒരു സംഭവം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നതും ഒക്കെ ഏകദേശം വൈകിട്ടൊരു 4:30-5 മണിയോട് കൂടി തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചന ഈ സഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ 12:40 മുതൽ 5 മണി വരെ ഈ ആ ഇടവകയുമായി ബന്ധപ്പെട്ട് എന്ത് സംഭവിച്ചു, എനിക്കൊന്ന് സജിക്ക് കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. നമ്മൾ ഇതിൽ ഈ വാഹനം ഇടിച്ചിട്ട് ഈ ജോസഫ് അച്ഛനെ അന്ന് പോയി കണ്ടിരുന്നു. അപ്പോൾ അച്ഛനാണ് ഇത് കൂടുതലായിട്ട് ഞങ്ങൾ ചോദിച്ചു, അച്ഛാ ഈ 12:40 ഇടിച്ചിട്ടിട്ട് വൈകുന്നേരം ഈ സമയം വരെ 4 മണി വരെയും എന്തെടുക്കുമായിരുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാത്രമേ പള്ളിയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഈ അപകടം നടന്നപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ വികാരിച്ചനാണ്. വികാരിച്ചൻ്റെ പെർമിഷൻ എനിക്ക് വാങ്ങേണ്ടിയിരിക്കുന്നു. പക്ഷേ അച്ഛൻ വരട്ടെ, അച്ഛൻ അന്നേരം അവിടെ ഇല്ല. അച്ഛൻ വാഗമൺ പള്ളിയിൽ കുരിശുമലയിൽ അച്ഛൻ വന്ന് ശുശ്രൂഷയുണ്ട്, വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പം അത് വരെ അച്ഛൻ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ കയ്യിലെ നീര് കൂടുകയും വേദന വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവർ വിശ്വാസികളെല്ലാം കൂടെ പറഞ്ഞ, അച്ഛാ നമുക്ക് ആശുപത്രിയിൽ പോകണം. അച്ഛൻ ആ സമയത്ത് ഈ പാലാ രൂപതയിലെ ഉത്തരവാദിത്തപ്പെട്ട വൈദികരെ ബന്ധപ്പെടുന്നുണ്ട് അല്ലേ ഈ കാര്യം? അതെ. പിന്നെ ഉടൻ തന്നെ രൂപതയിലേക്ക്, ബിഷപ്പ് ഹൗസിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട വൈദ്യരെ വിളിക്കുന്നു.
അവരുടെ പെർമിഷനോട് കൂടി തന്നെ അവിടെ അടുത്തുള്ള ഒരു ഗവൺമെൻറ് ആശുപത്രി ചെല്ലുകയാണ്. അവിടുന്ന് ഒരു പരിചരണമൊക്കെ കിട്ടിയ ശേഷം അച്ഛൻ തിരിച്ച് ഇത് പള്ളിയിലേക്ക് വരുമ്പോൾ വികാരിച്ചൻ അവിടെ എത്തി. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ വേദനയോ മറ്റും കുറയുന്നില്ല. അദ്ദേഹം ആകെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പുറകിലേറ്റ ക്ഷതമൊക്കെ അദ്ദേഹത്തിന് ഒത്തിരി വേദന നൽകുന്നു. അപ്പോഴാണ് വീണ്ടും രൂപതയിൽ നിന്ന് അവർ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയായെന്നൊക്കെ. അപ്പോഴും ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അച്ഛൻ. എനിക്ക് വേദനയാണ്, തലയ്ക്ക് വേദനയുണ്ട്, എൻ്റെ കൈയുടെ നീര് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അന്നേരം ഇതെല്ലാം പറയുമ്പോഴും ഈ സമയമായപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. അപ്പോഴാണ് ഉടൻ തന്നെ അച്ഛനെയും കൊണ്ട് അവർ ഈ മാർസ്ലീവ ആശുപത്രിയിലേക്ക് അച്ഛൻ പോകുന്നത്. അങ്ങനെയാണ് അത്രയും സമയം സ്പെൻഡ് ചെയ്തത്. അല്ലാണ്ട് അവിടെ ഒരു ഗൂഢാലോചനയ്ക്ക് ചിലർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഈ പള്ളിയിലെ ആ CCTVയുമായി ബന്ധപ്പെട്ട് CCTV എന്തുകൊണ്ട് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ അത് പള്ളി അധികാരികളോട് കൃത്യമായിട്ട് തന്നെ അത് ചോദിച്ചിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് CCTV വർക്കിംഗ് ആയിരുന്നില്ല, ഫംഗ്ഷണൽ ആയിരുന്നില്ല എന്നൊരു ഉത്തരം തന്നെയാണ് നമുക്കത് ലഭിക്കുന്നത്. കാരണം പള്ളി അധികാരികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറച്ചു വെക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല. ഇത്രത്തോളം ഒരു വിവാദമായിട്ടുള്ള ഒരു സംഭവം, അപ്പോൾ അവർക്ക് മറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യവും അതിനകത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഉത്തരത്തിൽ യാതൊരു വിധ സ്വാഭാവികതയും നമുക്ക് തോന്നുന്നില്ല. അത് വർക്കിംഗ് അല്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് പള്ളി അധികാരികൾ. പക്ഷേ ഇത് മാത്രമേ ദൃശ്യങ്ങൾ വേണ്ടവർക്ക് പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള പള്ളിയുടെ തന്നെ ബിൽഡിംഗ് ആണ്, ആ ഭാഗത്തു നിന്ന് എടുത്ത ചില വിഷ്വൽസ് പോലീസിന് ഓൾറെഡി ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെയാണ് പോലീസിന് ഈ വാഹനങ്ങളും കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ സെക്ഷൻ 307 എടുത്തു. ഇവിടെ പിന്നെ വണ്ടിക്ക് നേരെ ഷൂ എറിഞ്ഞവരെയും കേസെടുത്ത നാടാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കൈക്കും കാലിനും അതുപോലെ തലയ്ക്കും കാര്യമായി പരുക്കുണ്ട്. നമ്മൾ അച്ഛനെ കണ്ടാണല്ലോ, കാര്യമായി പരുക്കുണ്ട്. ആ അവസ്ഥയിൽ കിടക്കുന്ന ഒരു അച്ഛനെ കണ്ട് മൊഴിയെടുത്തപ്പോഴാണ് പോലീസ് ഈ രീതിയിലുള്ള ഒരു സെക്ഷനിലേക്ക് നീങ്ങിയത്. അപ്പോൾ നമുക്കത് ഒരിക്കലും തെറ്റു പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ഒരു ഗൂഢാലോചനയും നടന്നിട്ടില്ല. പ്രത്യേകിച്ച് പാലാ രൂപതയെ നമ്മൾ ആ കാര്യം കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വളരെ വലിയ രീതിയിൽ തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് തന്നെ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ, പ്രതികരണം, പ്രത്യേകിച്ച് അത് നിയമപരമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പ്രക്ഷോഭങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, വിവേകത്തോടു കൂടി തന്നെ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ പാലാ രൂപതയുടെ ഭാഗത്തും പ്രത്യേകിച്ച് അഭിമന്യ പിതാവിന്റെ ഭാഗത്തും നോക്കുണ്ടായത് കൃത്യമായിട്ട് തന്നെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. മറ്റ് രൂപതകൾക്കും ഒക്കെ മാതൃകയാക്കാവുന്ന ഒരു ഇടപെടൽ തന്നെയാണ് അല്ലെ പാലാ രൂപതയുടെ ഭാഗത്തും. പ്രത്യേകിച്ച് വൈദികരുടെ ഒക്കെ പലരുമായിട്ട് സജിക്ക് സംസാരിക്കാൻ ഞാൻ ഈ വൈദികരുമായിട്ടും പ്രത്യേകിച്ച് പാലാ രൂപതയിൽ ഉത്തരവാദിത്തപ്പെട്ട ചില വൈദികരുമായിട്ടൊക്കെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുപോലെ അവർ കുഞ്ഞുങ്ങളല്ലേ, അവരെ വെറുതെ വിട്ടുകൂടെ എന്നൊക്കെ കമൻറ്റുകൾ വരുമ്പോഴും ഞാൻ ഇവരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ അവരുടെ വിദ്യാഭ്യാസത്തെ മുടക്കണമെന്നോ ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ആവശ്യപ്പെടുത്തുമില്ല. പക്ഷെ വൈദികന് സംഭവിച്ച ആ തെറ്റ്, അതിനാരൊക്കെയാണ് പ്രതികൾ, അവരെ പ്രതികളാക്കിയതെല്ലാം പോലീസാണ്. അവരെ ശിക്ഷിക്കുന്നത് രാജ്യമാണ്, അല്ലെങ്കിൽ സഭാ അധികാരികളോ അല്ല. അതുകൊണ്ട് സഭയുടെ നേരെ ഒരു നിഗൂഢമായ ചില പദ്ധതികൾ കൊണ്ടാണ് അവർ ഈ കമൻറ്റുകൾ വിടുന്നത് എന്നുള്ളതാണ്. ഈ ചില സോഷ്യൽ മീഡിയയിലൊക്കെ ചില കമൻറ്റുകൾ പറയുന്നത് നമ്മൾ പാലാ രൂപത പ്രതികരിച്ചത് ഇച്ചിരി കുറഞ്ഞു പോയി എന്നൊക്കെയാണ്. പക്ഷെ സഭയുടെ ഉന്നത അധികാരത്തിലുള്ളവരോടും നമ്മളിത് ചോദിച്ചതാണ്. ഇങ്ങനെ കമൻറ്റുകൾ വരുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നിങ്ങൾ പ്രതികരിച്ചത് കുറഞ്ഞു പോയതെന്നോ? അവർ പറയുന്നത് ഞങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി പ്രതികരിച്ചതല്ല, ഇത് കുറേ നാളുകളായിട്ടുള്ള വിശ്വാസികളുടെ ഇടയിലുള്ള വേദനകളും പ്രത്യേകിച്ച് സഭയുടെ വൈദികരുടെ ഇടയിലൊക്കെയുള്ള വേദനകൾ. കാരണം പല വൈദികരും ഇതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ അവർ തരണം ചെയ്തിട്ടുണ്ട്, ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് വന്ന ഒരു വലിയൊരു ബഹളമാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രതികരണമായ പ്രക്ഷോഭമാണ് ഇത് വന്നത്. പക്ഷേ അത് മനോഹരമായിട്ട് തന്നെ പാലാ പിതാവിൻ്റെയും മറ്റ് ആ പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന വൈദികരുടെയൊക്കെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം, അവരുടെ ഒരു നല്ല ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ മനോഹരമായിട്ട് തന്നെ അവർ കൊണ്ടുപോവുകയും, എന്നാൽ ഇത് സമൂഹ മാധ്യമങ്ങളിൽ ഇത് എത്തിക്കേണ്ടതും ഗവൺമെൻറ് തലങ്ങളിൽ എത്തിക്കുവാനൊക്കെ ആയിട്ടൊക്കെ സഭ ഇത് വിജയിച്ചു. കാരണം അല്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഈ ഒരു യാത്ര നടത്തിയില്ലായിരുന്നെങ്കിൽ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ വേദന നിറഞ്ഞ ഓർമ്മകൾ, ഇവർക്ക് കിട്ടിയ ചില വേദനകളൊക്കെ യുവജനങ്ങളായിക്കോട്ടെ സംഘടനകളൊക്കെ ഉണർന്നില്ലായിരുന്നെങ്കിൽ ഇത് സമൂഹത്തിൽ ആരും അറിയത്തില്ലായിരുന്നു. സഭയുടെ പ്രതികരണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ലോക ചരിത്രം പഠിക്കുന്നവർ, പല പല രാഷ്ട്രങ്ങളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നവർ ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഇത് തങ്ങളുടെ വിശ്വാസത്തിനും തങ്ങളുടെ മതത്തിനും അതുപോലെ തങ്ങളുടെ സമുദായത്തിനും എതിരെയുള്ള ഒരു കടന്നുകയറ്റമാണെന്ന് കരുതി പ്രതികരിച്ചാൽ നമുക്ക് യാതൊരു തെറ്റും പറയാൻ സാധിക്കില്ല. ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്, ഇതൊരു മുന്നറിയിപ്പാണ്. ഇതിനകത്ത് KCBCയുടെ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അതുകൂടി നമ്മൾ സൂചിപ്പിക്കേണ്ടത്, നമ്മൾ കൃത്യമായിട്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്തതാണ്. അതായത്
വളരെ ആ ഒരു വാക്കാണ് വളരെ പ്രാധാന്യം അറിയിക്കുന്നത്. അതായത് ഇതൊരു തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനം, ആ ഒരു വാക്ക് ശക്തമായിട്ട് തന്നെ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതായത് ഇത് ഇത്തരത്തിലുള്ള ഒരു ഈ ഒരു പൂഞ്ഞാർ വിഷയം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ഒരു ഭീകര പ്രവർത്തനം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ഈ വിഷയത്തെ അപലപിച്ചുകൊണ്ട് ശക്തമായിട്ട് തന്നെ പ്രതികരിച്ചു. ഒരു ഭീകര പ്രവർത്തനം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരു സമുദായത്തിന്റെ ആത്മീയ ആചാരനെ, അല്ലെങ്കിൽ ഇപ്പൊ സജീവ് പറഞ്ഞതുപോലെ ഒരു വൈദികൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറമാണ്. ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ഒരു വൈദികനുള്ള ഒരു പ്രതിനിധിയാണ്. വൈദികനെ അപായപ്പെടുത്താനുള്ള ശ്രമം ഒരു ഭീകര പ്രവർത്തനമാണ്. ചങ്കൂറ്റത്തോടു കൂടി തന്നെ KCBC പ്രതികരിച്ചു, സിറോ മലബാർ സഭ പ്രതികരിച്ചു, വിവിധ ക്രൈസ്തവ സംഘടനകൾ പ്രതികരിച്ചു. ഒപ്പം ഈ കാസ പോലുള്ള സംഘടനകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തി. എടുത്തു പറയേണ്ടത് നമുക്ക് രാഷ്ട്രീയ നേതാക്കളുടെ കാര്യം പറയുമ്പോൾ PC ജോർജ്, ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ മാണി സി കാപ്പൻ MLA, പാലാ MLA മാണി സി കാപ്പൻ, ഒപ്പം BJP നേതാക്കളൊക്കെ അല്ലെ അവിടെ. അതുപോലെ മന്ത്രി വാസവൻ തന്നെ നമുക്ക് ആദ്യം പ്രതികരണം നൽകിയത് അത് തെറ്റായ ഒരു പ്രവണതയാണല്ലോ, അങ്ങനെയുള്ളവർ ശിക്ഷിക്കപ്പെടണം എന്നാണ് ചങ്ങനാശ്ശേരി വെച്ച്. പ്രതികരണത്തിന്റെ പരമോണം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ഈ സംഭവത്തിൽ ഉത്തരവാദികൾ ആയവർ ആരൊക്കെയാണ്, അതെന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെയാണ്, മറ്റൊരു വകുപ്പല്ല. പോലീസ് ഭരണം കൈയാളുന്ന മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇതെല്ലാം പറയുമ്പോൾ വീണ്ടും നമ്മൾ വിരൽ ചൂണ്ടേണ്ട ഒരു വിഭാഗമാണ് മാധ്യമങ്ങൾ. ആദ്യത്തെ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്തയും ചെയ്യാൻ തയ്യാറാകാതിരുന്ന ഒരു കൂട്ടം പേർ കൃത്യമായിട്ട് കളക്ട്രേറ്റിൽ വെച്ചൊരു പ്രത്യേകമായ ഒരു സമ്മേളനം നടന്നു, ഒരു പ്രത്യേക മീറ്റിംഗ് നടന്നു. ആ മീറ്റിങ്ങിനെ അവർ മത്സരിച്ചുകൊണ്ട് ആ കളക്ട്രേറ്റ് പടിക്കൽ അവരെല്ലാവരും വന്ന് നിൽക്കുന്നു. അവർക്ക് വേണ്ട രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതിനുവേണ്ട ഉത്തരങ്ങൾ അവർ കളക്ട് ചെയ്യുന്നു. ഇതെല്ലാം കാണുമ്പോൾ ഇവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ വളരെ മൗനം പാലിച്ച് സമൂഹത്തിൻ്റെ ഒരു സൗഹാർദ്ദ അന്തരീക്ഷം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്ന ഇതേ ആൾക്കാർ എത്ര കണ്ണിങ് ആയിട്ട് തന്നെ അവർ ആ വിഷയത്തിൽ ഇടപെടുന്നു. നമുക്കറിയാമോ പാലാ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, ഈ വിഷയത്തിലെ സ്വകാര്യമായ തൻ്റെ സ്വന്തം അജഗണങ്ങളോട് തൻ്റെ സ്വന്തം പള്ളിയിൽ വെച്ച് പ്രൈവറ്റായിട്ട് പറഞ്ഞ ഒരു വാക്കിനെ എടുത്ത് മാസങ്ങളോളം ആഘോഷിച്ച് കേരളത്തിൽ വിഭാഗീയതയും ക്രൈസ്തവരും മുസ്ലിം സമൂഹം തമ്മിൽ എത്രത്തോളം ഭിന്നത ഉണ്ടാക്കാമോ അതെല്ലാം ചെയ്തു കൂട്ടിയ അതേ ടീം തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ മതസൗഹാർദ്ദം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൂഞ്ഞാർ പള്ളിയുടെ പരിസരത്തേക്ക് വരാതിരുന്നത്. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർക്കുന്നു, പ്രത്യേകിച്ച് അന്ന് 2021 സെപ്റ്റംബർ മാസം 8-ാം തീയതി നടത്തിയ ആ ഒരു പ്രസംഗവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു പ്രമുഖ ചാനൽ നടത്തിയ ചാനൽ ചർച്ചയിലെ ഒരു ടാഗ് ലൈൻ ഇതായിരുന്നു, അത് 8 നോമ്പിന്റെ ദുഷിപ്പുകൾ എന്ന് പറഞ്ഞാണ് അവർ ചർച്ച നടത്തിയത്. അപ്പോൾ അന്നേരമൊന്നും ഇവർക്ക് ഈ മതേതരത്വം അല്ലെങ്കിൽ ഈ മതസൗഹാർദ്ദം ഒന്നും തോന്നുന്നില്ല. അപ്പോൾ സെലക്റ്റീവായിട്ടുള്ള ഒരു പ്രതികരണങ്ങൾ, സെലക്റ്റീവായിട്ടുള്ള റിപ്പോർട്ടിംഗ്, അതൊക്കെയാണ് ക്രൈസ്തവ സമുദായത്തെ, കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തെ ആശങ്കപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും ഭാവിയെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ആശങ്കകൾ ഇവരുടെ ഉള്ളിൽ സൃഷ്ടിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഈ ക്രൈസ്തവ ദേവാലയങ്ങളുടെ മുറ്റങ്ങൾ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട പള്ളി കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ കൈക്കാരന്മാർ ഒക്കെ കുറെ കൂടി ഒരു ജാഗ്രതയിലേക്ക് വരേണ്ടിയിരിക്കുന്നു. ഈ ദേവാലയ മുറ്റം അല്ലെങ്കിൽ നമ്മുടെ കുരിശുതൊട്ടി അല്ലെങ്കിൽ ദേവാലയവുമായി ബന്ധപ്പെട്ട പരിസര പ്രദേശങ്ങൾ എന്ന് പറയുന്നത് അത് അതിൻ്റെതായിട്ടുള്ള പവിത്രതയുണ്ട്. അവിടെ നടക്കുന്ന അല്ലെങ്കിൽ അവിടെ നടക്കേണ്ട കാര്യങ്ങൾ, അവിടെ ഇപ്പോൾ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിന് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ളവർ, ഈ പുനർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, മറ്റു പല ദേവാലയങ്ങളിലും ഈ ദേവാലയത്തിന്റെ പവിത്രതയുമായി അത്ര സുഖകരമല്ലാത്ത ചില കാര്യങ്ങൾക്കും ഒത്താശ ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ക്രൈസ്തവ നാമധാരികൾ തന്നെയാണ് എന്ന ഒരു യാഥാർത്ഥ്യം വിഷമത്തോടുകൂടി തന്നെ പങ്കുവെക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാറുന്ന ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഈ പൂഞ്ഞാർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യത്തിലൊക്കെ കുറെ കൂടി ശക്തമായിട്ടുള്ള ജാഗ്രത പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും പുലർത്തേണ്ടിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി സംവിധാനങ്ങൾ, അതൊക്കെ നമ്മുടെ ദേവാലയ മുറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ കീപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ആരൊക്കെ നമ്മുടെ മുറ്റത്തേക്ക് അത് വരണം, അല്ലെങ്കിൽ ആ വരേണ്ട വ്യക്തികളിൽ നമ്മൾ പുലർത്തേണ്ട ഒരു ജാഗ്രത, ഒരു മോണിറ്ററിംഗ് സംവിധാനം, അതൊക്കെ കൃത്യമായി നമ്മളൊന്ന് കുറെ കൂടി ഒന്ന് വർദ്ധിപ്പിക്കാൻ നമുക്ക് ഒരു മുന്നറിയിപ്പ് നൽകുന്ന ഒരു ചൂണ്ടുപലക തന്നെയാണ് ഈ ഒരു പൂഞ്ഞാർ വിഷയം. അതുപോലെ നമ്മൾ ഈ ചർച്ചകൾ നമ്മുടെ സമുദായത്തിനെതിരെയുള്ള ഒളിഞ്ഞും തെളിഞ്ഞും സംഘടിതമായിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിനെതിരെയും നമ്മുടെ ആ ഒരു കുട്ടികൾക്കെതിരെയും സമുദായത്തിനെതിരെയും എല്ലാം പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ശരിയാണ്, അങ്ങനെ അത്ര സംഭവിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തീയ സമൂഹം മനസ്സിലാക്കേണ്ട കുറേ സത്യങ്ങളുണ്ട്. കാരണം നമ്മുടെ വേലിക്കെട്ട് പൊളിഞ്ഞു കിടക്കുകയാണെങ്കിൽ, നമുക്ക് പ്രതിരോധമില്ല എങ്കിൽ, നമ്മൾ
നമ്മളുടെ ദൈവത്തിൻ്റെ ആ ഒരു പരിശുദ്ധിയിൽ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ഇത്തരം ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകും. ഇവിടെ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടികൾ 17-18 വയസ്സുള്ള കുട്ടികളാണ്. ഈ കുട്ടികൾ വന്ന വാഹനങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നോവ, ബൊലേറോ, സ്വിഫ്റ്റ്, ലാൻസർ, ഇങ്ങനെ മുന്തിയ വണ്ടികളിലാണ് ഇവർ വന്നത്. ഇവർക്ക് എങ്ങനെ ഈ വാഹനങ്ങൾ കിട്ടി? ആ കളക്ടറേറ്റിൽ നടന്ന മീറ്റിങ്ങിൽ നമ്മൾ കണ്ടു, ഇവരുടെ മാതാപിതാക്കളെ കണ്ടു. വളരെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണ് അറസ്റ്റിലായിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കെല്ലാം ഇത്തരം വാഹനങ്ങൾ കിട്ടുന്നു. ഈ വാഹനങ്ങളെ കുറിച്ച് പോലീസ് അന്വേഷിച്ച് പോകുമ്പോൾ ഇതിൽ പലതും ഇവരുടെ വാഹനങ്ങളല്ല, അല്ലെങ്കിൽ പേര് പോലും യഥാർത്ഥ ഓണറിന്റെ പേരിലേക്ക് ഇത് മാറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള മുന്തിയ വാഹനങ്ങൾ ഈ 17-18 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടുന്നത് ആരാണ്? അതൊന്ന് പോലീസ് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇത് പി സി ജോർജും അതോടൊപ്പം തന്നെ പാണിസി കാപ്പനൊക്കെ പറഞ്ഞത് NIA അന്വേഷിക്കട്ടെ എന്നൊക്കെ. കാരണം നമ്മളിത് ആരെയും ദ്രോഹിക്കാനോ ഇതല്ല, നമ്മളൊരു സമൂഹം, ഒരു രാജ്യവും രക്ഷിക്കപ്പെടുവാനായിട്ട് ഇതൊക്കെ ഒരു കാരണമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആ പ്രദേശങ്ങളിൽ പോയി അന്വേഷിച്ചപ്പോൾ വളരെ വ്യക്തമായ ഒരു കാര്യമുണ്ട്. അത് പറയാൻ വയ്യ. അവിടെയുള്ള ലഹരി മാഫിയകൾ, അതുപോലെ അവിടെയുള്ള ലഹരി കടത്തുകൾ, അതുപോലെ ഈ മയക്കുമരുന്നിൻ്റെ വ്യാപാരങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അപ്പം ഇത്തരം സത്യങ്ങളൊക്കെ തിരിച്ചറിയാതെ അത് അവർ ആരുമായിക്കൊള്ളട്ടെ, ഇത്തരം സത്യങ്ങൾ തിരിച്ചറിയാതെ അവർക്കെതിരെ കണ്ണടച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് തന്നെ അതൊരു വിൽദൂഷ്യമായി മാറും. ഉറങ്ങിക്കിടന്നിരുന്ന പല ക്രൈസ്തവരെയും ഉണർത്തിയ ഒരു സംഭവമായിരുന്നു പൂഞ്ഞാറിൽ യുവവൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവം. തീർച്ചയായും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശങ്ങളിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, ആ മേഖലയിലെ ജനങ്ങൾ നൽകിയ പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വസ്തുതകൾ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പൂഞ്ഞാർ സംഭവവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ സമൂഹത്തിനെതിരെ ചിലർ ഉയർത്തിവിട്ട ദുഷ്പ്രചരണങ്ങളുടെ മുനയൊടിക്കാൻ സാധിച്ചുവെന്നും വിശ്വസിക്കുന്നു. ഈ സംഭവം തീർച്ചയായിട്ടും ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ക്രൈസ്തവ സമൂഹത്തിന്. മാറുന്ന കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ കുറെ കൂടി ജാഗ്രതയോടെ ജീവിക്കുവാനുള്ള ഒരു മുന്നറിയിപ്പ്. ഒപ്പം ചില തിരിച്ചറിവുകളും ഈ ഒരു സംഭവം ക്രൈസ്തവർക്ക് നൽകുന്നുണ്ട്. ക്രൈസ്തവ സമുദായത്തിന് ഒരു വിഷയമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആരൊക്കെ കൂടെ നിൽക്കും, ആരൊക്കെ കൂടെ നിൽക്കില്ല എന്നത് ഇതൊരു ഉണർത്തുപാട്ടാകട്ടെ കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിന്. വീണ്ടും മറ്റൊരു സംഭവത്തിന്റെ വാസ്തവം തേടി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി.